A very warm good morning to one and all. And they say creativity is intelligence having fun. And today we are celebrating this playful brilliance. Welcome to today's track here at the Summit of Future, hosted by Jane at the deemed to be University, the creative track where imagination knows no bounds and innovation meets artistry. Over the course of the track, we will be exploring how the ideas are being transformed into masterpieces and how the vision or the creativity is reshaping the whole future. And also there is an exuberant fashion show waiting at the end of the day. But right now we will begin with an intriguing and interesting fireside chat, and this chat will be discussing how the emerging talents are redefining creativity. And ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഏറ്റവും മനോഹരമായിട്ട് നമ്മളുമായി സംവദിക്കുവാൻ നമ്മുടെ കൂടെയുള്ള രണ്ടുപേർ. Of course, there is no need to be formally introducing one of them. With us, we have the one and only, the unique voice of Kerala, Mr. Akhil Madar. Please join me in welcoming this wonderful personality onto this venue. So, as we all know, he is a wonderful film director with his great movie Tathuga Avalokanam, and not just that, Big Boss എന്ന ഒരു ഷോയിലൂടെ നമ്മളുടെ ഇവരുടെയും മനസ്സ് കീഴടക്കി നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. So thank you so much, Akhil, for being here with us today. We are all excited to listen to you. And the second person, of course, is someone who is extremely creative and someone with whom I had the opportunity and fortune to closely work with. We have Mr. Aftab Shaukat PV, a dynamic leader and a true pioneer in the realm of the global business innovation. Expresso Global എന്ന ഒരു 360-degree global branding companyയുടെ founder and CEO ആണ്, and also he is a founder of many such conferences. So thank you so much, Mr. Aftab, for being here with us today. And with that, I'm handing over the charge to you. We are all excited to listen to you. So good morning all. Very good morning. വളരെ കാഷ്വൽ ചാറ്റാണ്. പിന്നെ സിമ്പിളാണ് നമ്മുടെ ടോപ്പിക്. ഹൗ എമേർജിംഗ് ടാലൻസ് ആർ റീഡിഫൈനിങ് ക്രിയേറ്റിവിറ്റി, ദ നെക്സ്റ്റ് ജെൻ ആർട്ടിസ്റ്റ്. ഹൗ എമേർജിംഗ് ടാലൻസ് ആർ റീഡിഫൈനിങ് ക്രിയേറ്റിവിറ്റി. അപ്പം എൻ്റെ കൂടെയുള്ള അഖിൽ മാരാർ, മേ ബി യു ഓൾ നോ ഓവർ ദ ടൈം. ഈസ് എ റൈറ്റർ, director, actor, even he speaks for the public, he speaks for the people. അപ്പോൾ അതിൽ ആക്ച്വലി ഈ ടോപ്പിക്കിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അഖിൽ മാരാർ. കാരണം എന്ന് വെച്ചാൽ ഹൗ എമേർജിംഗ് ടാലൻസ് ആർ റീഡിഫൈനിങ് ക്രിയേറ്റിവിറ്റി. കാരണം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം എങ്ങനെ പുതിയ ടാലൻറ്റുകൾ അല്ലെങ്കിൽ പുതിയ the way of expressing the talents, like it's a huge transformation process. കഴിഞ്ഞ ഒരു മേ ബി കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ അതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ചേഞ്ച് ഭയങ്കരമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പുതിയ ടാലൻറ്റുകൾ, ഞാൻ പറഞ്ഞത് ക്രിയേറ്റിവിറ്റി എന്ന് നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ട. മേ ബി വി വുഡ് ജസ്റ്റ് കോൾ ഇറ്റ് ആസ് ഹൗ ഡസ് ഹോൾ ക്രിയേറ്റീവ് എക്കോസിസ്റ്റത്തിൻ്റെ പുതിയ ടാലൻറ്റുകൾ എങ്ങനെ മാറ്റിമറിക്കും, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ പോകുന്നൊരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരിക്കും? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു നമ്മൾ സർവൈവ് ചെയ്യേണ്ട ഉത്തരവൊക്കെ തന്നെ നമ്മുടെ നേരെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിലേക്ക് പോയാൽ മതി. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നമുക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഫിറ്റായിക്കൊണ്ടേയിരിക്കുക, നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു ഭയങ്കര ബെസ്റ്റ് ഉദാഹരണമാണ്. കാര്യം ഈ ബിഗ് ബോസിന് ശേഷമായിരിക്കും കൂടുതൽ ആൾക്കാർക്കും എന്നെ അറിയാവുന്നത്. ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തീരെ ഇല്ലായിരുന്നു. ടിക്ടോക്ക് എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു. അപ്പം കാര്യം നമ്മൾ തമാശയ്ക്ക് പറഞ്ഞ് പരിഹസിച്ച് നടന്നിരുന്ന ടിക്ടോക്കും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് വരെ. സാമ്പത്തികമായിട്ടൊരു ബിഗ് സീറോയും. കാരണം ബിഗ് ബോസിലേക്ക് എന്തിനു പോയി എന്ന് ചോദിച്ചാൽ വരുമാനമില്ലായിരുന്നു, ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുടെ അച്ഛനായിട്ടിരിക്കുമ്പോഴും ഭർത്താവായിരിക്കുമ്പോഴും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതിരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണ് ഈ ലോകത്തിന് സംഭവിക്കുന്ന ചേഞ്ച് എന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. കാരണം നമ്മൾ 1980കളിലും 90കളിലും 2000ത്തിലും ഒക്കെ കണ്ടിരുന്ന കാഴ്ചകളെ നമ്മൾ പഠിക്കുകയും പഠിച്ചതിനെ എടുത്തു കൊണ്ടുവന്ന് 2020ലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇത് സക്സസ് ആവുന്നില്ല.
അത് ക്രിയേറ്റിവിറ്റി. ഈവൻ സിനിമയിലും അത് തന്നെയാണ് നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് എന്നിൽ നിന്നിലൂടെ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞത്. അതേ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് വരുന്നതിന് ശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഹാക്കായി പോന്നു. ആ ഹാക്കായ പേജ് രണ്ടാമത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 678K ഫോളോവേഴ്സും മറ്റുമായിട്ട് രണ്ടാമത് കിടപ്പുണ്ട്. പക്ഷേ എൻ്റെ കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ വരുമാനം അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങി, 1-ലധികം ലക്ഷറി വാഹനങ്ങൾ വാങ്ങി, നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ കഴിയുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കാലഘട്ടത്തിൻ്റെ സാധ്യതയെ ഞാൻ മനസ്സിലാക്കുകയും എങ്ങനെ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മൾക്ക് വരുമാനം കണ്ടെത്താമെന്നുള്ള സാധ്യതയെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കി. പണ്ടൊരു ചൊല്ലുണ്ട്, നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്നൊരു ചൊല്ലുണ്ട്. ഇന്ന് ഞാൻ അതിനെ ഒന്ന് മാറ്റുന്നു, നാണം കെട്ടും റീച്ച് നേടുകിൽ നാണക്കേടാ റീച്ച് മാറ്റിടും. അത് വളരെ മനോഹരമായും രസകരമായും കണ്ടെത്തിയ പുതുതലമുറ 10 വയസ്സ് മുതൽ ഒരുപാട് സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ പരമ്പരാഗത ശൈലി പിന്തുടരുന്ന പലർക്കും ഇവരെ നോക്കി അസൂയപ്പെടാനേ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഇപ്പം നിങ്ങളെല്ലാവർക്കും ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ സാധ്യതകളുണ്ട്. ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ സമ്പാദിക്കാൻ കഴിയാവുന്ന സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിലേക്ക് പേഴ്സണലി മനസ്സിലാക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം ഇതിൻ്റെ ഒരു ആമുഖമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞതാണ്. ഞാൻ എന്നിലൂടെ മുന്നോട്ട് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിച്ചാലാണ്. 2010 ഫേസ്ബുക്കിൽ ഞാൻ എഴുതിയത് എ ഡേ മേ കം മൈ സിഗ്നേച്ചർ വിൽ ചേഞ്ച് ടു മൈ ഓട്ടോഗ്രാഫ് എന്നാണ്. അപ്പോൾ അന്ന് ഓട്ടോഗ്രാഫിനായിരുന്നല്ലോ പ്രാധാന്യം. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ സെൽഫിയായി മാറി. ഇന്ന് എൻ്റെ ഫോട്ടോ മറ്റൊരാളുടെ പ്രൊഫൈൽ പിക്ചറായി മാറും. ആ കാലഘട്ടത്തിലേക്കുള്ള എൻ്റെ യാത്രയാണ് എൻ്റെ സക്സസ് എന്ന് കരുതുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കണമെന്ന് സ്വയം തീരുമാനിക്കുകയും അത് നാളെയിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ വൈഫിനോട് എൻ്റെ അമ്മായിയമ്മയോടൊക്കെ പറഞ്ഞൊരു കാര്യമാണത്. ഞാനൊരു ജോലി മേടിച്ചിട്ട് നിങ്ങളുടെ മകളെ കെട്ടി 1 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങൾക്കും പിന്നാലെ പോകുമ്പോൾ ഈ ഇവളെ ഉപേക്ഷിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നതിനെക്കാട്ടിയും നല്ലത് ആദ്യത്തെ ഒരു 3-4-5 വർഷക്കാലം ബുദ്ധിമുട്ടിയാലും ഭാവിയിൽ നിങ്ങൾക്ക് അഭിമാനിക്കത്തക്ക ഒരു മരുമകനായും എൻ്റെ ഭാര്യയ്ക്ക് അഭിമാനിക്കത്തക്ക ഭർത്താവായും എൻ്റെ മക്കൾക്ക് അഭിമാനിക്കത്തക്ക അച്ഛനായും വരണമെങ്കിൽ ഭാവിയുടെ സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു യാത്ര നമ്മൾ നേരത്തെ തുടങ്ങണം. ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പം നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ ഇന്നെടുക്കണം. ഇന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് നാളെയിൽ നിങ്ങൾ ആരാകണമെന്ന് തീരുമാനിക്കുന്നത്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമായിട്ടാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിനെ ഞാൻ കാണുന്നതും. അത് ഞാൻ സംസാരിക്കുക എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനുള്ളൊരു സ്പേസ് കൂടിയാണ്. നിങ്ങളിൽ നിന്നും ഇവരിൽ നിന്നും ചുറ്റുപാടിൽ നിന്നുമൊക്കെ പഠിക്കാനുള്ളൊരു വലിയ സ്പേസ് കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വളരെ മനോഹരമായിട്ട് അഖിൽ അതിനെ ഡിഫൈൻ ചെയ്ത് തന്നു. അപ്പം അതിൽ പറഞ്ഞൊരു സാധനം 10 വയസ്സ് മുതൽ പീപ്പിൾ സ്റ്റാർട്ട് ഏർണിങ് ഇൻകം എന്നില്ല. അപ്പോൾ ദ എമേർജിങ് ഓഫ് ന്യൂ ടാലൻസ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ, കാരണം ദിസ് ഈസ് ദ മോസ്റ്റ് ലക്കിയസ്റ്റ് പീപ്പിൾ. നമ്മൾ ഇത്രയും കാലം ലോകത്ത് ജീവിച്ചതിൽ ഏറ്റവും ലക്കിയസ്റ്റ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ് എന്ന് പറയുന്നത് മേ ബി ഇതായിരിക്കും. കാരണം ജെൻസി. കാരണം യു ഷുഡ് ബി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം എനിക്കൊരു കസിൻ സിസ്റ്റർ ഉണ്ട്, മിൻഷാസ് വേൾഡ്, മിൻഷ എന്ന് പറഞ്ഞിട്ട്. അവൾ സ്റ്റാർട്ടഡ് യൂട്യൂബിങ് അറ്റ് ദ ഏജ് ഓഫ് 7. അപ്പം ആക്ച്വലി ഇവിടെ ഒരു 8-9 വയസ്സായപ്പം, ഒരു 9 വയസ്സ് ഞാൻ റിമെമ്പർ, എൻ്റെ കസിൻ്റെ ഒരു കല്യാണത്തിന് പോയിട്ട് ക്യാമറാമാൻ്റെ അടുത്ത്, എനിക്ക് തോന്നുന്നു ഇവിടെ ആരെങ്കിലും ഉണ്ടാവും ആ ക്യാമറ ടീം, ഫാരിസിൻ്റെ ടീമാ തോന്നുന്നുണ്ട്. ഫാരിസിൻ്റെ ഒരു ചാനൽ, എടാ എനിക്കൊരു ക്യാമറ വാങ്ങണം, ഏതാ ക്യാമറ നല്ലത്? അപ്പോൾ അവളോട് ചോദിച്ചു എത്രയാണ്. അപ്പോൾ അവളോട് ഐ വാസ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ദം, എത്രയാണ് മോളെ ബഡ്ജറ്റ്? അവളൊരു 1.5 lakhs to 2.5 lakhs. ക്യാമറക്കാരൻ ഉള്ളത് നോക്കിയിട്ട് ഞെട്ടി. അപ്പോൾ ആക്ച്വലി ഷീ സ്റ്റാർട്ടഡ് ഏർണിങ് അറൌണ്ട് 2.5 to 3 lakhs അറ്റ് ദ ഏജ് ഓഫ് ഒരു 7-8 ആയപ്പോഴേക്കും ഇവൾ യൂട്യൂബ് ചാനൽ കത്തിയിട്ട് ഇവൾ 2.5 ലക്ഷം 3 ലക്ഷം രൂപ ആവറേജ് മന്ത്ലി ഇൻകം. അവളെ അച്ഛനോ അല്ലെങ്കിൽ അവളെ ഫാദർ, എൻ്റെ അങ്കിളൊക്കെ കഷ്ടപ്പെട്ട് മറ്റേ 10-20 വർഷം വർക്ക് ചെയ്ത് ഇപ്പോഴും ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സോ ദാറ്റ്സ് എ വേൾഡ് വി ആർ ഡ്രീമിങ്. അപ്പോൾ എമേർജിങ് ടാലൻസ്, നേരത്തെ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറാണ്. സോ ഇതുപോലെ നമുക്ക് ഈ കുഡ് ചേഞ്ച് ദ വേൾഡ് അല്ലേ. ഞാൻ പറഞ്ഞത് അതിലേറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞ ആ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നല്ലോ. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ മൂവീനെ ഫോക്കസ് ചെയ്ത സമയം, ഇനിയിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, നമ്മൾ ധോണിയുടെ കൂടെ ഒരു ആഡിൽ അഭിനയിച്ചു. പിന്നെ അതുകൂടാതെ ഒരു മൂവി ഐ തിങ്ക് അഭിനയിച്ചു
കഴിഞ്ഞ് റിലീസിന് പോസ്റ്റ് പ്രൊഡക്ഷനോടും കഴിഞ്ഞ ഷൂട്ടിലേക്ക് പോവാം. അപ്പം ആ കാരണം ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? കാരണം ഈ ജെൻസി ആയിട്ട് നേരത്തെ പറഞ്ഞ ഒരു ബിഗ് ബോസ് പോകുന്നത് വരെ ഇൻസ്റ്റാഗ്രാമിലില്ലായിരുന്നു, അല്ലെങ്കിൽ ടിക്ടോക്കിലില്ലായിരുന്നു. എങ്ങനെയാണത് റിയലൈസ് ചെയ്തത്? ഏത് മൊമെൻറ്റിലാണ് അത് റിയലൈസ് ചെയ്തത് ഇങ്ങനെ ഈ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഞാൻ മാറണം, അല്ലെങ്കിൽ ഏത് മൊമെൻറ്റിലാണ് അത് പെട്ടെന്ന് തിരിച്ചറിവ് വന്നത്? കാരണം അഖിൽ പൊതുവെ എല്ലാത്തിനും വളരെ പുച്ഛത്തോടു കൂടി കാണുന്ന ഒരാളാണ് ആണല്ലോ. ഈ ബിഗ് ബോസ് പോകുന്നതിന് മീൻസ്, പക്ഷെ അത് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ഏത് ഞാൻ പണ്ട് എന്തിലും ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ നാണം കെട്ടും റീച്ച് നേടുകിൽ നാണക്കേട റീച്ച് മാറ്റിട്ട് ഇതിനോട് എനിക്ക് യോജിപ്പില്ല. നമുക്ക് ക്വാളിറ്റിയോടുകൂടി സഞ്ചരിക്കുക എന്ന് പറയുന്നൊരു സാധനമാണ്. പക്ഷേ റിയാലിറ്റിയിൽ അതിന് പൊരുത്തമൊന്നും ഇല്ല. ഇപ്പം നമുക്ക് എന്തും വിറ്റഴിക്കപ്പെടാൻ പറ്റുന്ന കാലഘട്ടത്തിൽ വിറ്റഴിക്കാൻ സാധ്യതയുള്ള മാർക്കറ്റിങ്ങിൽ ഏറ്റവും മനോഹരമായി എന്തും വിറ്റഴിക്കാം. പക്ഷേ അവിടെ ഞാൻ എൻ്റെ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം പൊളിറ്റിക്സ് ആയാലും സിനിമയായാലും ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ്, ഞാനൊരു രസകരമായ ഒരു പേഴ്സണൽ അനുഭവം പറയാം. ഞാൻ ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്നപ്പോൾ അപ്പം അവിടെ കുറച്ച് മലയാളീസ് എന്നെ കണ്ടിട്ട് എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടുത്തെ CRPF ഒരു സർക്കിള് പുള്ളി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ സെൽഫി എടുക്കുമ്പോൾ ഈ പുള്ളി ഞാൻ ആരാണ്. അപ്പോൾ ഞാനിങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് വന്ന് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ആർ യു സെലിബ്രിറ്റി? അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് ബിഗ് ബോസ് വിന്നറാണ്. അപ്പം പുള്ളി, ബിഗ് ബോസ് ഇറ്റ്സ് എ വെരി ചീപ്പ് ഷോ, ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. എന്നിട്ട് പുള്ളി ഏജൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് 18 years ഐ നെവർ വാച്ച് ദിസ് ഫിലിം, അല്ല ദിസ് ഷോ. എന്നിട്ട് ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പുള്ളി ഇങ്ങനെ ഇച്ചിരി പുച്ഛത്തോടൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, അപ്പം പുള്ളി CRPF സർക്കിളാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ CRPF ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എവിടെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ CRPF മൊത്തത്തിൽ ഞാൻ മോശക്കാരാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ നാളെ സാറിനോടൊന്ന് സംസാരിക്കുമ്പോൾ CRPF അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം പുള്ളി, സാറ് ക്രിക്കറ്റ് കാണാറുണ്ടോ? ഞാൻ പുള്ളി ഉള്ളുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടായതുകൊണ്ടല്ലേ ഒരു പക്ഷേ നമ്മളൊക്കെ ക്രിക്കറ്റിലേക്ക് നമ്മുടെ തലമുറ, അതിന് മുമ്പ് കപിൽ ദേവിനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്മരിക്കുകയല്ല, എൻ്റെ ഒരു തലമുറയ്ക്ക് സച്ചിനായിരുന്നു വലുത്. അപ്പം സച്ചിനെ കണ്ടാണ് നമ്മൾ ക്രിക്കറ്റ് സ്നേഹിച്ചു തുടങ്ങിയത്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആദരവുകൾ കണ്ടിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിച്ചത്. അതായത് ഒരു വ്യക്തിക്ക്, അതുപോലെ പൊളിറ്റിക്സ് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ദിരാഗാന്ധി, ഇപ്പം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ വിഷണറി ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് നമ്മൾ സത്യത്തിലൂടെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ മേഖലയിലേക്ക് എത്താൻ ആഗ്രഹിച്ചത് ആ മേഖലയിൽ വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ചുകളിലൂടെയാണ്. ഇപ്പം ഞാൻ ബിഗ് ബോസിനെ കണ്ടത്, ബിഗ് ബോസ് പുറത്തേക്ക് എത്തിയത് വ്യക്തികൾ സമൂഹത്തിലുണ്ടാക്കിയ നെഗറ്റീവുകളിലൂടെയാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് നെഗറ്റീവേ തോന്നൂ, അതിനെ മാറ്റിയെടുക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പം അഖിൽമാരാർ ബിഗ് ബോസിൽ പോയിട്ട് പുറത്തിറങ്ങിയിട്ട് നടറോട്ടി കിടന്ന് കൂവുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഹാസം കാണിക്കുകയും അല്ലെങ്കിൽ കോമാളിത്തരങ്ങൾ കാണിച്ച് ശ്രദ്ധ നേടാൻ ശ്രമിക്കുകയും ചെയ്താൽ ഞാൻ നാറുന്നതിനോടൊപ്പം ആ ഷോയിൽ നാറും. അതുണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം ആ ഒരു ചേഞ്ച് എല്ലാ മേഖലയിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു സാധനമാണ്. അത് എൻ്റെ ഒരു എത്തിക്സാണ്. അതില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോയതിലൊന്നും ഒരു കാര്യമില്ല. ഞാനീ പറയുന്നതിനകത്ത് ബേസിക്കലി ഒരു കാര്യമില്ല. അതെൻ്റെ ഒരു പേഴ്സണൽ തോട്ടാണ്. പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നാലെ നടന്നു എന്ന് പറയുമ്പോൾ ഞാൻ ലോകത്ത് ആരാധിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം മഹേന്ദ്ര സിംഗ് ധോണി മാത്രമാണ്. വേറെ ആരോടും എനിക്ക് ആരാധനയൊന്നുമില്ല. ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നാറുണ്ട്. സച്ചിനോട് വല്ലാത്ത സ്നേഹവുമാണ്. അതെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, സച്ചിനൊരു അസാമാന്യ പ്രതിഭയാണ്, ഇൻബോൺ ടാലൻ്റാണ് അദ്ദേഹം. പക്ഷെ ധോണിയെ സംബന്ധിച്ച്, അതായത് ഇൻബോൺ നമുക്കാർക്കും കിട്ടില്ല. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എന്നെ ജനിപ്പിച്ച സമയത്തുണ്ടായിട്ടുള്ള സർഗാത്മകമായ കഴിവുകൾ മാത്രമേ എനിക്ക് പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റൂ. അല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിന്ന് കൂവും. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് സ്വയം ഞാൻ തിരിച്ചറിയണം. പാടുകയല്ല വേണ്ടത്. അപ്പോൾ അവിടെ ഓക്കെ, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ എന്നെ സ്വയം തിരിച്ചറിയുമ്പോൾ എന്നെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ആരിലൂടെ ആവണമെന്ന് ഞാൻ നോക്കുമ്പോൾ ധോണിയുടെ തീരുമാനങ്ങൾ, പ്രതിസന്ധികളെ അയാൾ അതിജീവിക്കുന്ന രീതികൾ, ഞാൻ ഏതാണ്ട് 93 കാലഘട്ടം തൊട്ട് ക്രിക്കറ്റ് കാണാൻ തുടങ്ങുകയും ഇന്നും അന്നത്തെ കാലഘട്ടത്തിലെ ക്രിക്കറ്റുകൾ എനിക്ക് ഓർമ്മയും ഉണ്ടെന്നുള്ളതാണ്. ഇന്ന് എന്നെ ഒരു ക്രിക്കറ്റ് പ്ലെയർ കൂടിയാണ് അല്ലേ? ചെറിയ രീതിയിൽ ഇപ്പം CCBയിലൊക്കെ കളിക്കാറുണ്ട്. കോളേജ് ക്രിക്കറ്റിംഗ് ക്യാപ്റ്റനും ഒക്കെ ആയിരുന്നു. അത്യാവശ്യം പേസൊക്കെ എറിയുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പം പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നൊരു മേഖലയാണ്. നമ്മളിത് നമ്മുടെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകില്ല. പക്ഷേ നിങ്ങൾക്കൊരു പക്ഷേ രസകരമായിട്ട് തോന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പകർത്താം എന്ന് തോന്നിയേക്കാവുന്ന ചില മൊമെൻറ്റ്സാണ് ഞാനീ പറയുന്നത്. അങ്ങനെ വല്ലാതെ ധോണിയെ ആരാധിച്ചിരുന്നൊരു ഞാൻ പലരിലൂടെയും ധോണിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴെങ്കിലും ധോണിയെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ KCLുണ്ട്, പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുണ്ട്,
MRFിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചും ഞാനും ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ച് ഒരു ക്ലബ്ബിൽ ക്രിക്കറ്റ് കളിച്ചവരാണ്. MRF ഫേസ് ഫൗണ്ടേഷൻ ചെന്നൈയുടെ മകരാത്താണ് അതിൻ്റെ കോച്ച്. അദ്ദേഹം അസിസ്റ്റൻറ്റ് കോച്ചാണ്, സുനിൽ സാം എന്ന് പറയും. അപ്പോൾ സുനിലിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടോ ധോണിയെ കാണാൻ. അതുപോലെ കേരള ക്രിക്കറ്റ് ടീമില്ല. പക്ഷേ ഒരു സാധ്യതയും ഇല്ലിരിക്കെ എനിക്ക് IPL കമൻട്രി പറയാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടി ഈ കഴിഞ്ഞൊരു വർഷം മുമ്പ്. അങ്ങനെ ഞാൻ മുംബൈയിൽ ജിയോ സ്റ്റുഡിയോയിൽ ചെന്നു. അപ്പോൾ അവിടെയോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എനിക്ക് ₹1 തന്നില്ലെങ്കിലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും ധോണി ഒന്ന് കാണാനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി. അപ്പം ഞാൻ താമസിക്കുന്നത് ചെന്നൈ അല്ല നമ്മളെ മുംബൈ താജ് ഹോട്ടലാണ്. സെയിം ഹോട്ടലിലാണ് ധോണി എപ്പോൾ വന്നാലും താമസിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ ഒരു റൂം എപ്പോൾ വന്നാലും പുള്ളിയുടെ ഒരു ഏരിയ ഉണ്ട്. എനിക്കൊന്ന് 17ാമത്തെ ഫ്ലോറോ മറ്റോ ആണെന്ന് തോന്നുന്നു അവിടുത്തെ. അപ്പോൾ അവിടെ ധോണിയുണ്ട്. അങ്ങനെ ഞാൻ ചെന്നൈ ടീം മാനേജറെ കോൺടാക്ട് ചെയ്തു, വേറൊരാൾ വഴി കോൺടാക്ട് ചെയ്തു. അപ്പോൾ ചെന്നൈ ടീം മാനേജർ പറഞ്ഞു, ഇന്ത്യൻ പ്രസിഡൻറ്റിനെ ഞാൻ വേണമെങ്കിൽ മീറ്റ് ചെയ്ത് തരാം, പക്ഷേ മാച്ച് നടക്കുന്ന സമയത്ത് ധോണി ഭായിയെ കാണുന്ന അത്ര എളുപ്പമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോട്ടലിലുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് വൈകുന്നേരം ഒരു ദിവസം ഹോട്ടലിൽ വന്നപ്പം ഭയങ്കര ആൾക്കൂട്ടം. ഈ സാധാരണ നമ്മൾ ലുലു മാളിലോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഗ്രൗണ്ടിലോ ഒക്കെ ആൾക്കൂട്ടം ഉണ്ടാകുന്നത്, ഒരു ആർട്ടിസ്റ്റ് വന്ന് ആൾക്കൂട്ടം ഉണ്ടാകുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഏറ്റവും സുരക്ഷിതമായ മുംബൈ താജ് ഹോട്ടലിൽ ഒരു വലിയ ആൾക്കൂട്ടം. തമാശയ്ക്ക് നമുക്ക് ചിന്തിക്കാം, വീണ്ടും വല്ല ബോംബ് സ്ഫോടനമോ ഒക്കെ നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. പക്ഷേ ഇവർ ധോണി, അവർ ചെന്നൈ ടീം വന്നതിനെ കാണാൻ വേണ്ടിയിട്ട്, ധോണിയെ കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വലിയ ക്രൗഡ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു മിന്നായം പോലെ ഇയാളിങ്ങനെ ലിഫ്റ്റിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴും നിരാശ. അങ്ങനെ ഇരുന്ന് എനിക്ക് ധോണിക്കൊപ്പം ഒരു ദിവസം ഫുൾ ഡേ ചിലവഴിച്ച് ധോണിയുടെ കൂടെ ഒരു ആഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ അത്രയും പിന്നാലെ നടന്നിട്ടാണ്. അത് രസം എന്ന് വെച്ചാൽ മലയാളത്തിൽ നിന്ന് പറയുമ്പോൾ തള്ളല്ല കേട്ടോ, യാഥാർത്ഥ്യമാണ്. ഞാനും ലാലേട്ടനും മാത്രമേ ധോണിയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് പുറത്ത് വരും. അപ്പോൾ ഈ സ്വപ്നങ്ങൾക്ക് പിന്നാലെയുള്ള എൻ്റെ യാത്രകൾ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം കുറേ ആൾക്കാർ, നിങ്ങൾ ഒരുപാട് പേര് സ്വപ്നം കാണും, സ്വപ്നം കണ്ടിട്ട് കിടന്നുറങ്ങരുത്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നൊരു മാധ്യമപ്രവർത്തനാണ്, സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിയൊരു മാധ്യമപ്രവർത്തനാണ്. പണ്ട് ഇവൻ്റെ ഒരു ഡയറി കുറിപ്പ് എനിക്ക് കിട്ടി. അപ്പം ഞങ്ങളിവനിങ്ങനെ കളിയാക്കും. പലതവണ കളിയാക്കലൊക്കെ കേട്ടിട്ടായിരിക്കണം കക്ഷിക്ക് മാധ്യമപ്രവർത്തനമാവണം. അപ്പം വിഷ്വൽ മാധ്യമം, ഇവനൊരു ചെറിയ കോങ്കണ്ണെന്ന് പറയും, കണ്ണിനൊരു ചെറിയ മാറ്റമുണ്ട്. അപ്പം ഈ പുള്ളിയുടെ ഇത് കാരണം എങ്ങനെയാണ് പുള്ളി വിഷ്വൽ മീഡിയയിൽ മാധ്യമപ്രവർത്തനമാകുന്നതെന്ന് നമ്മൾ കളിയാക്കും. അങ്ങനെ ഇവൻ്റെ ഒരു ഡയറി ഗ്രൂപ്പ്, കാര്യം ഇവൻ എൻ്റെ സീനിയർ പഠിച്ചതാണ്. അപ്പോൾ ഇവൻ്റെ ഡയറി ഗ്രൂപ്പ് ഇങ്ങനെയാണ്: ജീവിതം ആകെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പരിഹസിക്കുന്നു, മുന്നോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ല, ഞാൻ നശിക്കത്തില്ല, ഞാൻ തിരിച്ചു വരും, ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു വരും എന്നൊക്കെ കുറച്ച് എഴുതിയിട്ട് 5-6 കുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചീത്ത, ഞാൻ ഉപ്പ് കിടന്നുറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ അടിയിലെഴുതി കൺക്ലൂഡ് ചെയ്തിട്ട്. പക്ഷേ പുള്ളി വേറെ ലെവലിലെത്തി. ഞാൻ പറയുന്നത് അങ്ങനെ ആയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. ഇപ്പം ലൈഫിൽ ഞാൻ മാത്രം സംസാരിക്കുന്നത് കുഴപ്പമില്ലല്ലോ. ഞാൻ വന്നപ്പോൾ ആ കോൺഫിഡൻസിലാണ് ഞാൻ വന്നത്. ഒരു 3 ചോദ്യം, ആ ഉത്തരം കഴിയുമ്പോഴേക്കും നമ്മൾ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല, ഇതിൽ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞതാണ് ഈ അവസരത്തിൽ. ഇപ്പം നമ്മൾ ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മളെങ്ങനെ ആയി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? അല്ല, ആക്ച്വലി മേ ബി പൊതുവെ പോയി കാണുന്ന ഉദ്ഘാടനത്തിൽ പോയി സംസാരിക്കുന്നതിനേക്കാളും അല്ലാത്ത പ്ലാറ്റ്ഫോമിൽ പോയി സംസാരിക്കുന്നത് മേ ബി ഒരു റിയൽ ഇൻസ്പിറേഷനോട് കൂടി വളരെയധികം താല്പര്യത്തോടു കൂടി ചിലപ്പോൾ ഇങ്ങനെ കുട്ടികളെ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്നത്. അല്ല, ഒരു മോട്ടിവേറ്റ് ചെയ്യാനോ ഇൻസ്പയർ ചെയ്യാനോ. അത് എനിക്ക് കുറേ പേരൊക്കെ പറയാറുണ്ട് ഇഷ്ടമാണെന്നൊക്കെ, അതുകൊണ്ടങ്ങ് സംസാരിക്കുക. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇവനെ വേറൊരു പണിയില്ലേടേ. അതല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കടന്നു വന്ന വഴികൾ, ഇപ്പം നിങ്ങൾ കുറച്ച് പേർക്ക് എൻ്റെ കുറേ റീൽസ് കണ്ടിട്ടുണ്ടായിരിക്കും, കുറച്ച് പേര് എന്നെ വിമർശിക്കുന്നവരായിരിക്കും, കുറച്ച് പേർക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇത് ഞാൻ സഞ്ചരിച്ചൊരു വഴികളുണ്ട്. ഇവിടം വരെ നിങ്ങൾ ഈ കാണുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളായി ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഒരു അവസ്ഥയിലെത്തിയത് ഭയങ്കരമായ വഴികളിലൂടെ ആയിരുന്നു. അത് ബിഗ് ബോസിന് എനിക്ക് കുറേ ഗുണം ചെയ്യും. കാരണം എൻ്റെ ലൈഫ് എല്ലാവർക്കും അറിയാം. ഇപ്പം 10ാം ക്ലാസ് വരെ സ്വന്തമായിട്ടൊന്നുമില്ലാതിരുന്ന, വീടൊന്നുമില്ലാതിരുന്ന, ഒരു 7-8 വാടക വീട്ടുകളിൽ താമസിച്ച, കുട്ടിക്കാലത്ത് വെള്ളം കയറിയുമ്പം അഗതികളെ പോലെ മറ്റുള്ള പലരുടെയും വീടുകളിൽ പോയി താമസിച്ച് ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് വലിയ കാര്യമായിട്ട് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് വലിയ മണിമാളികൾക്കൊന്നും ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല. ഒന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും പൈസ സമ്പാദിക്കണമെന്ന് പോലും തോന്നിയിട്ടില്ല. ആകെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന അവഗണനകൾ, പരിഹാസങ്ങൾ, പുച്ഛങ്ങൾ കണ്ടിട്ട് 4 പേർ അഭിമാനിക്കുന്ന ഒരുവനായി മാറണം എന്ന് കരുതി മാത്രം നടന്നവനാണ്. നന്നായി പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട്
സിവിൽ സർവീസ് ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അന്ന് സഞ്ചരിച്ചത്. പിന്നീട് എനിക്ക് തോന്നി കളക്ടർ ആവുന്നതിനെക്കാട്ടി നല്ലത് സിനിമയിലോ രാഷ്ട്രീയത്തിലോ സ്പോർട്സിലോ വളരണം, കാരണം അതിനാണ് കുറച്ചും കൂടെ വാല്യൂ. അങ്ങനെ ലൈഫിൽ വീണ്ടും ഒരു ഡിസിഷൻ എടുത്ത് കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ച്, സർക്കാർ ജോലികൾ കിട്ടിയത് വേണ്ടെന്ന് വെച്ചിട്ട് 2010 മുതൽ ഞാൻ തുടങ്ങിയ ഒരു യാത്രയാണ്. എന്നെ കാണാൻ ആഗ്രഹിച്ച എൻ്റെ കാമുകിയുടെ അമ്മയുടെ അടുത്ത് ഇനി എന്നെ ടി വിയിൽ കണ്ടാൽ മതി എന്ന് 2010 പറഞ്ഞിട്ട് പിന്നീട് അവരെ ഫുൾ ടൈം ടി വി കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഒരു യാത്രയായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ടൊക്കെ പറഞ്ഞത്. പിന്നെ ഇതിൽ ഇപ്പോൾ ഇങ്ങനൊരു മീറ്റിൽ ഇപ്പം സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വെറുതെ ഒന്നും എത്തിയതല്ല. അപ്പം നമ്മൾ ഓർക്കപ്പെടേണ്ടതായിട്ടുള്ള ചിലർ കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ വിവര സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ ഇതാർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന രാജീവ് ഗാന്ധിയെ നമുക്ക് ഈ നിമിഷം നമുക്ക് ഓർക്കാം. അന്ന് രാജീവ് ഗാന്ധിയുടെ വകുപ്പിലെ പ്രതിരോധ മന്ത്രിയായിരുന്നു PV നരസിംഹറാവു. അപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ കണ്ടപ്പോൾ രാജീവ് ഗാന്ധി കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ നരസിംഹറാവു അവിടെ വന്ന് കയറുകയും അപ്പോൾ രാജീവ് ഗാന്ധി തമാശ രൂപേണ നരസിംഹറാവുവിനെ പരിഹസിച്ചു എന്ന് പറയുന്നു. ഈ കടൽക്കിഴവന്മാർക്കൊന്നും ഇതൊന്നും കണ്ടാൽ എന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല, ഇവരൊക്കെ ഇപ്പോഴും പഴയ യുഗത്തിലാണല്ലോ എന്ന് നരസിംഹറാവു അദ്ദേഹം കേൾക്കെ രാജീവ് ഗാന്ധി തൻ്റെ സുഹൃത്തിനോട് പറയുകയും നരസിംഹറാവു ഇത് കേട്ടിട്ട് എന്താണെന്നുള്ളത് ഇതിനെ പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യം, ഇത് പഠിച്ചെങ്കിലേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളെങ്കിൽ ഞാനിത് പഠിക്കുമെന്ന് കരുതി ഇന്ത്യയിലെ 14 ഭാഷ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് PV നരസിംഹറാവു. അദ്ദേഹം അഡീഷണൽ 2 കമ്പ്യൂട്ടർ ലാംഗ്വേജ് കൂടി പഠിച്ചതിൻ്റെ തുടക്കം രാജീവ് ഗാന്ധിയുടെ ഈ തമാശ കലർന്ന ഈ പരിഹാസത്തിൽ നിന്നായിരുന്നു. പിന്നീട് നരസിംഹറാവു എന്ന് പറയുന്ന മനുഷ്യൻ്റെ തീരുമാനമാണ് ഇന്ത്യയെ ഇന്നീ കാണുന്ന ഇന്ത്യയാക്കി മാറ്റുന്നത്. കാര്യം ഇന്ത്യ വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കത്തില്ലായിരുന്നു അതിന് മുമ്പ് വരെയും. 91 അദ്ദേഹം വന്നതിന് ശേഷം, അതായത് പ്രായമല്ല തിരിച്ചറിവ് എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പം എല്ലാവരും പരിഹസിക്കുന്ന വാക്കാണ് തന്ത വൈബ് എന്ന് പറഞ്ഞിട്ട്, അല്ലേ? തിരിച്ചവന്മാരെ മുഖത്ത് നോക്കി പറയണ തന്ത ഉണ്ടായോണ്ടാടാന്ന്. അതായത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് തന്ത വൈബ് എന്ന് പറഞ്ഞ് പുതിയ തലമുറ പരിഹസിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പ്രായത്തിൻ്റെ അല്ല പ്രശ്നം, തോട്ട്സിൻ്റെയാണ് പ്രശ്നം. ഏത് പ്രായത്തിലും പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്നൊരു പ്രശ്നമേ ഉണ്ടാവില്ല. നമ്മൾ പുതിയ തലമുറയെക്കാട്ടി അപ്ഡേറ്റഡ് ആയിട്ട് ചിന്തിച്ചാൽ മതി. പക്ഷെ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് തിരിച്ചറിയണം. അതാ ഞാൻ പറഞ്ഞത്, ഇത്തരം തിരിച്ചറിവുകളുള്ള വിഷണറി ആയിട്ടുള്ള ഭരണാധികാരികളായിരുന്നു ഇന്നീ കാണുന്ന നമ്മളെ ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പം നോട്ട് നിരോധനം വരുന്ന സമയത്ത് പറഞ്ഞു ബാങ്കിൽ പോയി ക്യൂ നിന്ന് ആൾക്കാർ പിടഞ്ഞു വീഴുന്നു, മരിക്കുന്നു എന്ന് നമ്മൾ പരിഹസിച്ചു, ആക്ഷേപിച്ചു. പക്ഷേ ഇന്ന് എത്ര പേര് ബാങ്കിൽ പോകുന്നു? ബാങ്കിൽ ഞാൻ പോയിട്ട് കാലം കുറേയായി. നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ എല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഒരു തീരുമാനം നമ്മൾ ഇന്ന് എടുക്കുമ്പോൾ ഈ തീരുമാനം എന്തായി മാറും എന്നുള്ള ബോധ്യവും നമുക്കുണ്ടാവണം. ഇപ്പം ടെസ്ല നമ്മുടെ അദ്ദേഹം വണ്ടിയല്ല, എലോൺ മസ്കിൻ്റെ ഇപ്പം ടെസ്ലയ്ക്ക് അദ്ദേഹം ഒരുപക്ഷെ എനിക്ക് നിക്കോളാസ് ടെസ്ലയോടുള്ള ആദരവിൻ്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കും ടെസ്ല എന്ന പേര് കൊടുത്തത്. ഈ പറയുന്ന ലോകത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ അന്ന് തീരുമാനമെടുത്ത മനുഷ്യനാണ് നിക്കോളാസ് ടെസ്ല. പക്ഷേ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അർഹമായ ഒരു അംഗീകാരവും ലഭിക്കാതെ പോവുകയും മരിച്ചതിന് ശേഷം ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇവരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ ലോകത്തെ മാറ്റിമറിക്കത്തക്ക തോട്ട്സുകൾ മാത്രം കൊണ്ടു നടന്നിരുന്നവരാണ്. ഈ നിക്കോളാസ് ടെസ്ലയ്ക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് കൃത്യമായിട്ട് വന്നില്ല? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാതെ പോയതിൽ അദ്ദേഹത്തിന് പറ്റിയ പരാജയങ്ങൾ. ഇന്നും എൻ്റെ അടുത്ത് പോലും ചില കുട്ടികൾ ചെറിയ ചെറിയ തോട്ടുകളുമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എക്സ്പ്രസോ ഗ്ലോബൽ ഇവരൊരു ആശയമായി വരുന്നു. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഒരു വലിയ അഡ്വർടൈസ്മെൻറ്റ് ഫേമായിട്ട് വളരുന്നതിന് തുടക്കം ഒരു തോട്ടാണ്. അത് നിങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ്. കേവലം ഒരൊറ്റ തോട്ട് മതി. ഷാർക്ക് ടാങ്ക് പോലുള്ള പ്രോഗ്രാമുകൾ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ അതായത് ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് നിർത്താം. നിങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞു തോട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഭാവിയെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഇന്നീ ലോകത്ത് അസാധ്യമായിട്ടൊന്നുമില്ല. പണ്ട് കഴിയില്ലായിരുന്നു. കാരണം എത്തിപ്പെടാനുള്ള മാർഗങ്ങളില്ലാതെ, സഞ്ചരിക്കേണ്ട വഴി ഏതെന്നറിയാൻ വയ്യാതെ അലയുകയായിരുന്നു നമ്മളെല്ലാവരും. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വഴികളുടെ കൂമ്പാരമാണ്. ഏത് വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിച്ചാലും നിങ്ങൾക്ക് സക്സസ്സിലെത്താം. തോട്ട്സ് മാത്രം ഉണ്ടായിരുന്നാൽ മതി. മനോഹരമായ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയാവുന്ന ഭാവനാ സങ്കല്പം നിറഞ്ഞ മനോഹരമായ തോട്ടുകളുമായി വന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോടീശ്വരന്മാർ ബില്യൺ ഡോളറുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുമെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അത്തരം തോട്ടമൊന്നും എനിക്കില്ല കേട്ടോ. എനിക്കിതൊക്കെ പറഞ്ഞു തരാനുള്ള കഴിവുണ്ട്. എനിക്ക് ഉപദേശിക്കാനേ അറിയാവൂ. അല്ല ഉപദേശിക്കാൻ മാത്രമല്ല, പിന്നെ ആക്ച്വലി നേരത്തെ പറഞ്ഞ ഒരു
2010 അങ്ങനെ തീരുമാനിച്ചു. ഒരു 2023 ബിഗ് ബോസ് 23 അല്ല മീൻസ് ഒരു ഒരു ടഫ് ജേണി ആണെന്നുള്ളത് വളരെ ക്ലിയറാണ്. കാരണം പരിഹാസങ്ങളും ആളുകൾ പലതും പറയുന്നതും അല്ല ആക്ച്വലി പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഔട്ട് ഓഫ് ദ ടോപ്പിക് ആയിട്ടുള്ളൊരു ഒരു കാര്യം പറയാം. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആക്ച്വലി ആളുകളെ അടുത്തറിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോഴോ ആയിരിക്കും പലപ്പോഴും നമ്മളെ ജഡ്ജ്മെൻറ്റ് പലപ്പോഴും മാറുക. അപ്പം അഖിൽ മാരാറിനെ കുറിച്ച് ചില സമയത്ത് എനിക്ക് എന്ത് നല്ല മനുഷ്യനാ, പിന്നെ ചോദിക്കും എന്ത് ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടോ. അല്ല പലപ്പോഴും എനിക്ക് പലപ്പോഴും അയ്യോ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയും. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പറയേണ്ട സംഗതി തന്നെയാണ്. പക്ഷേ വെൻ വി ഗെറ്റ് ടു നോ, കൂടുതലൊന്നുമില്ല, കഴിഞ്ഞ ഞങ്ങളുടെ ക്രിയേറ്റേഴ്സ് മീറ്റപ്പിനാണ് ഫസ്റ്റ് ഒരു ചെറിയ മീം പറയട്ടെ. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ മീം ചിന്തിച്ചാൽ മതി. ജഗതി ചേട്ടൻ്റെ പഴയ ഒരു സിനിമയിൽ എന്തുകൊണ്ട് എന്നോട് ഇത് നേരത്തെ പറഞ്ഞു എന്ന് പറയുന്നൊരു അതൊന്ന് കണക്ട് അത് എൻ്റെ ഒരു കീ ടേക്ക് അവേ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ വെൻ യു ഗെറ്റ് ടു നോ എ പേഴ്സൺ മോർ ക്ലോസർ, അല്ലെങ്കിൽ കൂടുതൽ അടുത്തറിയുമ്പോഴായിരിക്കും നമ്മളെ ജഡ്ജ്മെൻ്റ് എല്ലാം മാറുക. ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം വിഗ്രഹങ്ങൾ വീണ് ഉടയും. അത് രണ്ടിനും സാധ്യത ഉണ്ട്. അപ്പോൾ ആക്ച്വലി പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയറാണ്, നമ്മൾ ഉറച്ച് നമ്മളിൽ വിശ്വസിച്ച് നമുക്ക് അധ്വാനിക്കാൻ നമ്മൾ റെഡിയായി, ആ എഫേർട്ട് ഇടാൻ റെഡിയായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ് വരും, റിസൾട്ട്സ് വരും. യങ്സ്റ്റേഴ്സാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതിലൊരു ആഡ് ഓൺ എന്ന് പറയുന്നത്, അത്ര അധികം മീഡിയംസ്, അത്ര അധികം പ്ലാറ്റ്ഫോംസ്, അത്ര അധികം ഏരിയ ഇപ്പോൾ ഓപ്പൺ ആണ് ടു ഹോൾ വേൾഡ്. ഞാൻ പറയണത് ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ടോപ്പിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നേരത്തെ പറഞ്ഞു ഈ ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മീഡിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിനെക്കുറിച്ച് എങ്ങനെ, കാരണം ഇവരുടെ വ്യത്യസ്തമായ ടാലൻ്റായിട്ടുള്ള കുട്ടികളായിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഓഡിയൻസിലിരിക്കുന്നത്. ഈ എങ്ങനെ ഇവരുടെ ടാലൻറ്റുകൾ അല്ലെങ്കിൽ കഴിവുകൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ, മേ ബി അത് ഇൻസ്റ്റ ആവാം, ചിലപ്പം ലിങ്ക്ഡിൻ ആവാം, ചിലപ്പം യൂട്യൂബ് ആവാം, അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുകയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ്, കാരണം അത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതെങ്ങനെ, ഹൗ ക്യാൻ ദേ ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ, അല്ലെങ്കിൽ ഇവരുടെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ്? മുൻപ് നമ്മളൊരു കച്ചവടം ചെയ്യുമ്പം ആ കച്ചവടത്തിന് ആവശ്യമായ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കണമെന്നൊരു ബാധ്യത നമുക്കുണ്ടായിരുന്നു. ഇപ്പം പാലക്കാട് അഗ്രഹാരം നിറഞ്ഞ മേഖലയിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കിടയിൽ കൊണ്ട് ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു വലിയ ഷോപ്പിട്ടാൽ അത് എത്ര മനോഹരമായ ഭക്ഷണമാണെങ്കിലും ആരും വാങ്ങി കഴിക്കില്ല. കാര്യം അത് അവർക്ക് വേണ്ടതല്ല. അത് മുൻപത്തെ ഒരു ബിസിനസ്സിൻ്റെ പ്രശ്നമാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇതിൻ്റെ നമ്മുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല, നമ്മൾ കണ്ടെത്തി തേടി പോകേണ്ടി വരും. പക്ഷേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങൾ സൃഷ്ടിക്കുന്ന കണ്ടൻറ് എന്താണോ, നിങ്ങൾ ഏത് ടൈപ്പ് കണ്ടൻറ് ക്രിയേറ്റേഴ്സാണോ, അത് സോഷ്യൽ മീഡിയ അവരുടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ അവരുടെ അൽഗോരിതം വർക്ക് ചെയ്തിട്ട് ആ ടോപ്പിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ കോമഡി ആയിരിക്കട്ടെ, ഇവരുടെയൊക്കെ ഹിസ്റ്ററി എടുത്ത് നോക്കണം എന്തൊക്കെയാണ് കാണുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് മറച്ചു നോക്കണം. അപ്പോൾ രണ്ടായാലും നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ളവരായിരിക്കും ഓരോരുത്തരും. ഞാൻ കേവലം എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമല്ല സംസാരിക്കുന്നത്, പുറത്ത് നാളെ ഇത് കേൾക്കേണ്ടി വരുന്നവരടുത്ത് കൂടി ചേർത്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ അഭിരുചികളും വെച്ച് പുലർത്തുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യതകളെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പം മന്ത്ലി ഒരു വരുമാനം പ്രതീക്ഷിച്ചു കൊണ്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫേസ്ബുക്ക് ഇപ്പോൾ എത്രത്തോളം പേർക്ക് ആക്റ്റീവാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് ഫേസ്ബുക്ക് എനിക്ക് ഇപ്പോഴും ഒരു വലിയ വരുമാന മാർഗ്ഗമാണ്. ഞാനങ്ങനെ റെഗുലറായിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്ന ആളൊന്നുമല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടുന്നു എങ്കിൽ പോലും ഒരു ഫേസ്ബുക്കിൻ്റെ റവന്യൂ എങ്ങനെ, എനിക്ക് എബോവ് 2.5 lakhs വരെ കിട്ടിയിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ഫേസ്ബുക്കിന് വേണ്ടി വീഡിയോ ഇടാൻ വേണ്ടി വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും ചെയ്യാറില്ല. ഞാൻ കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ സാധ്യതകളെ വലിയ രീതിയിൽ പറയുമ്പോഴും
ഞാൻ എന്താകണമെന്നുള്ള എൻ്റെ ഒരു തീരുമാനം ഉണ്ടായതുകൊണ്ടാണ്. കാരണം 2015 തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് മറ്റും ഇടും. അന്ന് എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഇതിന് അത്യാവശ്യം റീച്ച് കിട്ടും. ഞാൻ പറഞ്ഞൊരു 50,000 ഒക്കെ അന്ന് റീച്ച് കിട്ടും 2014 സമയത്ത്. അപ്പോൾ അന്ന് ഈ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന, ഇപ്പം നമുക്കന്ന് ഡേറ്റ വളരെ കുറവാണല്ലോ, ഓർമ്മ ചിലർക്ക് മറന്നുപോലും പോയി കാണും. 248 രൂപയായിരുന്നു 1 GB ഡേറ്റയ്ക്ക് അന്നത്തെ റേറ്റ്. അപ്പോൾ ഈ 1 GB ഡേറ്റ 248 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കാശുണ്ടാക്കാനെന്നുള്ള സാധ്യത യൂട്യൂബിൽ വീഡിയോ കാണാനൊന്നും ഞാനും ശ്രമിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൻ്റെ സാധ്യതകളൊന്നും ഞാൻ ആ സമയത്ത് അന്വേഷിച്ചില്ല. പക്ഷേ അന്ന് എൻ്റെ ബാംഗ്ലൂരുള്ള കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു, എടാ നീ നന്നായിട്ട് സംസാരിക്കും, നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, നിനക്ക് വ്ളോഗറൊക്കെ ആയിക്കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, വ്ളോഗറോ, എൻ്റെ പാടൊക്കെ പോടാ. അതായത് ആരെങ്കിലും എന്നെ കാണുമ്പോൾ പറഞ്ഞില്ല, മൊബൈലിനകത്ത് കയറുന്ന കുണകുണമെന്ന് പറയുന്ന ഒരുത്തനല്ല പോകുന്നതെന്ന്. എനിക്കങ്ങനെ കേൾക്കാൻ ഇഷ്ടമല്ലായിരുന്നു അന്ന്. അങ്ങനെ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഇവർ വീണ്ടും എന്നോട് ഇത് പറയും. അപ്പോൾ എൻ്റെ വീഡിയോ മറ്റുള്ളവരെടുത്തിടുന്നു, അവർക്ക് അതിനെക്കാട്ടി റീച്ച് കിട്ടുന്നു. അതിപ്പോഴും ഇപ്പോൾ എൻ്റെ യൂട്യൂബിന് മോണിറ്റൈസേഷൻ ഇല്ല കേട്ടോ. കാര്യം എൻ്റെ വീഡിയോ മറ്റു പലരും എടുത്തിട്ട് യൂട്യൂബ് എന്നോട് പറഞ്ഞു ഇത് നിങ്ങളല്ലെന്ന്. 2-3 പ്രാവശ്യം ഐഡൻറ്റിറ്റി സംശയിച്ചിട്ട് യൂട്യൂബ് എൻ്റെ മോണിറ്റൈസേഷൻ എടുത്ത് കളഞ്ഞു. പക്ഷേ എനിക്ക് പ്രശ്നമില്ല. കാര്യം ഞാനതല്ല എൻ്റെ ഒരു ഫോക്കസ്. ഞാൻ ആഗ്രഹിക്കുന്നൊരു മേഖല അതല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇടയ്ക്ക് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, വല്ലപ്പോഴും പറയേണ്ട വിഷയങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തരെയും സംബന്ധിച്ചും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ അടുത്ത്, ഞാൻ ഇപ്പം അയാളുടെ പേര് പറയുന്നില്ല, പക്ഷേ ഒരു ഗെയിമർ, അയാളുടെ ഇത്ര രൂപ വരുമാനമുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ കേട്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് V-Ships എന്ന് പറയുന്ന കമ്പനിയുടെ ഓൾ ഇന്ത്യ ഹെഡാണ്. ഷിപ്പിങ്ങിൽ വേൾഡിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ കപ്പൽ. എൻ്റെ ഈ സുഹൃത്തിന് തന്നെ 600 കപ്പൽ പുള്ളിക്ക് മാനേജ് ചെയ്യണം. അറൗണ്ട് ഒരു 2 lakh പുള്ളിയുടെ സാലറി. അപ്പോൾ ഇവൻ പറയുന്നത്, എടാ ഈ ലോകം മൊത്തം കിടക്കുന്ന 10-600 കപ്പലും മാനേജ് ചെയ്ത് പല രാജ്യത്തുള്ളവന്മാരെയും കിടന്ന് വിളിച്ച് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് മാസം കിട്ടുന്നിട്ട് എനിക്ക് നല്ലൊരു വണ്ടി പോലും ഇപ്പോഴും എടുക്കണമെന്നുള്ള ചിന്തകളിലേക്ക് പറ്റുന്നില്ല. അവനൊരു കിയ സെൽറ്റോസാണ് ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്നത്. ഒരു നല്ല വണ്ടി പോലും എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തെ അവിടുത്തെ ചിലവ്, വീട്ടിലെ ചിലവ്, ഹോം ലോണ്, വണ്ടിയുടെ അടവ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് പഠിച്ചതേ അബദ്ധമായിപ്പോയി. അതെന്താണെന്ന് വെച്ചാൽ ഈ 1980 ജീവിച്ച എൻ്റെ അച്ഛനും അമ്മയും 2000 പഠിച്ച എന്നോട് 2020 കുറിച്ച് പറയുക. ഇതാണ് രസം. ഇവിടാണ് പാളിപ്പോകുന്നത്. അതായത് ഇവർ ചിന്തിക്കുന്നത് ഇവർക്ക് ഒരു കാലഘട്ടത്തിൽ ജീവിച്ച കാലഘട്ടത്തിലെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അതെൻ്റെ മക്കൾക്കുണ്ടാവരുത്. പണ്ട് കാക്കാ ബെൽറ്റിനടിച്ച് കാക്കയും കുടിച്ച് ഉട്ട് തിന്ന് കപ്പയും പുഴുകി എടുത്ത് വൈകുന്നേരം വന്നിരുന്ന് ഇടിച്ച് കുത്തി നിന്ന്, എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞിന് വൈകുന്നേരം 2 കപ്പയുടെ കൂട്ടത്തിൽ ഇച്ചിരി ചുട്ട 2 മുളകെങ്കിലും കൂടാതെ ഉള്ളിയെങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛനും അമ്മയും 2000 ജീവിക്കുന്ന മകനോട് 2020 നീ വളർന്ന് വലുതായി കഴിഞ്ഞാൽ എന്താകണമെന്നിരുന്ന് ഉപദേശിച്ചു കൊടുക്കുക. ഇതാണ് ഇവിടുത്തെ കേരളത്തിലൊരു മെയിൻ പ്രശ്നം. പക്ഷേ ഇന്നത്തെ തലമുറ അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് 2030 എന്താകുമെന്ന്. 2010 ഈ മൊബൈൽ ഫോണ്, ഇപ്പം ഞാൻ 2007 സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മൊബൈൽ വാങ്ങുന്നത്. ഞാൻ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പോയി, ചെറിയ പൈസയൊക്കെ കിട്ടി. ഫ്ലൈ എന്ന് പറയുന്നൊരു കമ്പനി അന്നുണ്ടായിരുന്നു, ഫ്ലൈ എന്ന് പറഞ്ഞിട്ട്. അപ്പം ചൈനീസ് ഫോണുകൾ, അതായത് ലോക്കൽ ചൈനീസ് ഫോണുകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചൈനീസിൻ്റെ ബ്രാൻഡുകളെ തന്നെ കുറച്ച് ബ്രാൻഡാക്കി വെച്ചുകൊണ്ട് ഈ കാർബണും മൈക്രോമാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വരുന്നതിന് തൊട്ട് മുമ്പ് ഭയങ്കര രസമുള്ള ഡിസൈനുള്ള ഫോണായിരുന്നു ഈ ഫ്ലൈ എന്ന് പറഞ്ഞിട്ട്, ഒരു ഫുൾ ടച്ചിൽ. അത് ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരത്തൊക്കെ പറഞ്ഞിട്ട് നമ്മളന്ന് വാങ്ങുന്നു. പിന്നീട് 2009 എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടുന്നത് ഒരു US കമ്പനിയാണ്. നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ള ബ്രാൻഡ് ഉണ്ടല്ലോ, ബോട്ടോക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ബോട്ടോക്സിൻ്റെ മാനുഫാക്ചേഴ്സ് അലെർഗൻ എന്ന് പറയുന്ന കമ്പനിയാണ്, അമേരിക്കയിലുള്ള. അവരാണ് വേൾഡ് നമ്പർ 1 കോസ്മെറ്റിക്സ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടെറിട്ടറി മാനേജറായിട്ട് ഞാൻ ജോയിൻ ചെയ്യുമ്പം കമ്പനി എനിക്കൊരു വിൻഡോസ് ഇതുള്ള HTCയുടെ ഫോണാണ് തരുന്നത്. ഹൈടെക് കമ്പ്യൂട്ടർ എന്നായിരുന്നു അതിൻ്റെ അന്നത്തെ ഷോർട്ട് ഫോം എന്നാണ് തോന്നുന്നത്. അപ്പം ഈ 2009 നമ്മൾ ഈ ഫോൺ കിട്ടി. ഇത് കണ്ടാൽ ഒരു മനുഷ്യർക്ക് മനസ്സിലാവില്ല, കാരണം ഇത് ഫുള്ള് ടച്ചാണ്. അപ്പം ഇത് ഒരു ദിവസം തിയേറ്ററിൽ വെച്ച് കളഞ്ഞുപോയി. എൻ്റെ ഫോൺ എൻ്റെ പോക്കറ്റിൽ നിന്ന് കളഞ്ഞുപോയി. ഇത് ഫോണാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് വീഡിയോ ഗെയിമാണെന്ന് കരുതിയിട്ട് എനിക്ക് തിരിച്ച് കിട്ടി. സെക്യൂരിറ്റി എടുത്ത് വെച്ചിരുന്നു, തിരിച്ചു തന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിൻഡോസിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് വരികയും ഇന്ന് നമ്മൾ ഈ കാണുന്ന സകല ചേഞ്ചസിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ഭീകര ഷിഫ്റ്റ് നമുക്ക് സംഭവിച്ചു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നൊരു സാധ്യതയും ആ സാധ്യതയിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതും. പരമ്പരാഗത ശൈലിയിലുള്ള പഠിത്തങ്ങളല്ല. ഇപ്പം ഞാൻ ഈ അടുത്തൊരു സ്കൂളിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മക്കൾ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയോട് പറയുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ
ഫസ്റ്റ് എ ഗ്രേഡ് മേടിക്കണമെന്നോ എ ഗ്രേഡ് കിട്ടാത്തതിൻ്റെ പേര് വഴക്ക് പറയുന്ന ഒരാളെയല്ല ഞാൻ സ്കൂളിൽ ഫസ്റ്റ് മേടിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ രക്ഷകർത്താക്കളുടെ ഭൂരിഭാഗത്തിൻ്റെയും പ്രശ്നം ഇതാണ്. ഈ ഒരു പ്രയോജനവുമില്ലാത്ത പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന കുറേ കാര്യങ്ങൾ എടുത്ത് ഞങ്ങൾക്ക് കാണാതെ പഠിപ്പിക്കും. പ്രയോജനപ്പെടേണ്ട ഒരു കുന്തങ്ങളും ഒരു സ്കൂളുകളിലും പഠിപ്പിക്കുന്നതുമില്ല. ജീവിക്കണം എന്നത് എങ്ങനെ ഒരു മനുഷ്യനും പഠിപ്പിക്കുന്നില്ല. എങ്ങനെ സമൂഹത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് എൻ്റെ അറിവിൽ ഒരു സ്കൂളിലും പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്നും കിട്ടിയിട്ടില്ല. നല്ല സൗഹൃദങ്ങളല്ലാതെ സ്കൂളുകളിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പഠിച്ച സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും ഉൾപ്പെടെ അല്ലെങ്കിൽ അന്ന് പഠിച്ച ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടിട്ടേ ഇല്ല. ഒരു സെയിം അനുഭവം. അല്ല, ഞാനിത് പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ തലമുറയോട് വിദ്യാഭ്യാസം എന്നത് എന്താണെന്ന് കൂടി പറഞ്ഞു കൊടുത്തിട്ട് കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറയണം. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഉള്ള വരുമാനം ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വരുമാനം ലഭിക്കില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി ഇൻ്റർനാഷണൽ തൊട്ട് നാഷണൽ ലെവലിൽ വരുന്ന കൊളാബറേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ കൊളാബറേഷൻസ് നിങ്ങൾക്ക് വലിയ വരുമാനം ഉണ്ടാക്കി തരാനുള്ള കാരണമായിട്ട് മാറും. എനിക്കും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇൻസ്റ്റാഗ്രാമിൻ്റെ കൊളാബറേഷനും മറ്റും വഴിയുള്ള വരുമാനങ്ങളാണ്. ഫേസ്ബുക്കിൻ്റെ വരുമാനം മുൻപത്തതിനെക്കാട്ടിയും 3-1, 4-1 ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഒരു മാസം അധ്വാനിച്ചുണ്ടാക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ തുക നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവായിട്ട് ആൾക്കാരെ രസിപ്പിക്കത്തക്ക കണ്ടൻറ്റ് ചെയ്യാൻ ശേഷിയുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഓഡിയൻസിനെ ഈ പ്ലാറ്റ്ഫോം തന്നെ തരികയും നിങ്ങൾ ആ മേഖലയിൽ വളരാനുള്ള സാധ്യതയുമൊക്കെ നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്നത് കൂടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞതിൽ ഒന്ന് ആഡ് ഓൺ ചെയ്യാം. അപ്പം ആക്ച്വലി എപ്പോഴും നിങ്ങൾ ടോം നമ്മളെ ഒരു ഫ്രണ്ടാണ് ജെയിൻ. അപ്പോൾ ടോം പറയുന്നത് ഇൻഫർമേഷൻ ഇസ് ഓൺ യുവർ ഫിംഗർ ടിപ്സ്. അത് പഠിപ്പിക്കാൻ കോളേജിലേക്ക് ആരും വരുത്തണ്ട. ഇതൊരു ഹോൾ എക്സ്പീരിയൻസ് ആണ് നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ ആക്ച്വലി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഇസ് ബേസിക്കലി ഇവർക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് മീറ്റിംഗ് അക്രോസ് ദ പീപ്പിൾ, ആളുകളുടെ എക്സ്പീരിയൻസ് ഷെയറിങ്, ലേണിങ്. കാരണം ഇനി എന്തായാലും ഇൻഫർമേഷൻസ്, കാരണം ടീച്ചേഴ്സിന് പഠിപ്പിച്ചു തന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ടീച്ചേഴ്സ് പറയുന്നതിൻ്റെ 10 ഇരട്ടി ഇൻഫർമേഷൻസ് നോളജുള്ള ആളുകളായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും. ബിക്കോസ് ദെയർ എവറി മൊമെന്റ് എവറി സെക് അപ്പോൾ അടിച്ചു നോക്കും ഗൂഗിളിൽ. നേരത്തെ പറഞ്ഞ മാതിരി ഇനി പഠിക്കണ്ടെന്നല്ല കേട്ടോ, ഒരു സെഷൻ കഴിഞ്ഞ് പോയതിനു ശേഷം തെറ്റിദ്ധരിക്കപ്പെടരുത്. ഡോക്ടറാവണമെങ്കിൽ പഠിച്ചേ പറ്റൂ, വക്കീലാവണമെങ്കിൽ പഠിച്ചേ പറ്റൂ, എഞ്ചിനീയർ ആവണമെങ്കിൽ പഠിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞത് കഴിവുള്ള ഒരുവൻ, നന്നായി പാടുന്ന ഒരുത്തന് പഠിക്കാൻ കഴിവില്ലെങ്കിൽ അവനെ ചടിച്ച് പഠിപ്പിക്കാതെ അവനോട് പാടാൻ പറയുക. അതായത് മുംബൈയിൽ ഒരു സ്കൂളിൽ നന്നായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന എല്ലാ സർജറിയും അവൻ ഡോക്ടറും പേഷ്യൻസിനെ കൊല്ലും. പകരം അവനുമായിട്ട് ബാറ്റ് എടുത്ത് കൊടുത്താൽ അവൻ ചിലപ്പോൾ ലോകം അറിയുന്ന സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആരെങ്കിലുമൊക്കെ ആയി മാറും. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. നാളെ പോയിട്ട് അല്ല അത് ഞാനീ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടരുത്. പഠിക്കരുത് എന്നല്ല പറഞ്ഞത്. പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെയും കൂടെ തിരിച്ചറിഞ്ഞാൽ, അതാ പറഞ്ഞത്. ഇപ്പം പഠിച്ച് കിട്ടേണ്ട ജോലികളുണ്ടല്ലോ. നിങ്ങൾക്കൊരു കളക്ടർ ആവണം, നിങ്ങൾ ഡിഗ്രി വരെ പഠിച്ചാൽ മതി. കളക്ടർ ആവണം, നിങ്ങൾ ഡിഗ്രി വരെ പഠിച്ചാൽ മതി. പക്ഷേ അതിനുശേഷം കളക്ടർ ആവാൻ എന്ത് വേണം എന്നുള്ളത് പഠിക്കണം. ഒരു സാധാരണ BA കാരനായാലും നിങ്ങൾക്ക് സിവിൽ സർവീസ് എഴുതി പാസ്സാവാം. അതിന് നിങ്ങൾ MA എടുക്കേണ്ട, ഡോക്ടറേറ്റ് എടുക്കേണ്ട, MPhil എടുക്കേണ്ട, ഒന്നും എടുക്കണ്ട. പക്ഷേ ഡിഗ്രി കഴിഞ്ഞിട്ട് കളക്ടർ ആവാൻ എന്ത് വേണം, അതിനുള്ള കാര്യങ്ങൾ പഠിക്കണം. ഞാൻ പണ്ട് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ക്ലാസ്സിന് പോയപ്പോൾ അന്നത്തെ കൊല്ലം കളക്ടർ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തെക്കാട്ടിയും അറിവുള്ള നിരവധി ആൾക്കാരെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും സിവിൽ സർവീസ് കിട്ടിയിട്ടില്ല. കാരണം സിവിൽ സർവീസിന് എന്ത് പഠിക്കണമെന്നത് അവർക്കറിയത്തില്ല, ബാക്കിയുള്ളതെല്ലാം പഠിച്ചു വെച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതിനു വേണ്ടി പഠിക്കണം, അതിനു വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കണം, അതിനു വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ല പഠിക്കണ്ട, ഇടി കൂടാനാണ് ആഗ്രഹമെങ്കിൽ ഇടിച്ചേക്കുക, വഴി കിടക്കുന്നവനല്ല. ബോക്സിംഗ് റിങ്ങിൽ ഇടിക്കുക, മെഡൽ വാങ്ങുക, രാജ്യത്തിൻ്റെ അഭിമാനമാക്കുക. അനി ഞാൻ ഇടിച്ചേക്കാൻ പറഞ്ഞിട്ട് നാളെ ഇറങ്ങി എന്ത് നെഗറ്റീവിനെയും നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഏറ്റവും മോശം കഴിവിനെയും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒന്നാക്കി മാറ്റാൻ കഴിയും. പക്ഷേ അതിന് നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളെ പഠിപ്പിക്കുന്നവർ തിരിച്ചറിയണം, സമൂഹം തിരിച്ചറിയണം. അല്ല, വളരെ ഒരു റിയൽ എക്സാമ്പിൾ ആക്ച്വലി ഈ പറഞ്ഞ സ്കൂളിൽ ഇപ്പോൾ അഖിൽ വാസ് ലൈക്ക് ടോപ്പറായിരുന്നു, അല്ലെങ്കിൽ നല്ല പഠിക്കാൻ എടുക്കാനായിരുന്നു. ഞാൻ ഏറ്റവും വൺ ഓഫ് ദ വീക്കസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു എൻ്റെ സ്കൂളിൽ. കാരണം 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്. ആക്ച്വലി എനിക്കൊരു സ്കൂളുണ്ട്. അപ്പോൾ
ഞാൻ 8ാം ക്ലാസ്സിന് പുറത്താക്കും, 9ാം ക്ലാസ്സിന് പുറത്താക്കും, 10ാം ക്ലാസ്സിന് പുറത്താക്കും. ആക്ച്വലി എന്നെ മാത്രമായിരുന്നു എല്ലാവരും പ്രിൻസിപ്പൾ അടുത്ത് ഇപ്പോഴേക്ക് വന്നിട്ട് ചോദിക്കും എങ്ങനെയെങ്കിലും ഇവനൊന്ന് പാസ്സാക്കുക. കാരണം ഒറ്റ ആൾ തോൽക്കുന്നത് CBSE സ്കൂളിലാണ് പഠിച്ചത് ഞാൻ മാത്രമായിരിക്കും. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ, വൈസ് പ്രിൻസിപ്പൾ, അക്കാഡമിക് കോർഡിനേറ്റർ, ആർട്ട് കോർഡിനേറ്റർ, 8 ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലുള്ളത്. അപ്പോൾ ഞാൻ സ്വന്തം സ്കൂളിൽ പണ്ട് എന്നെ പുറത്താക്കിയ പ്രിൻസിപ്പളാണ്. ഞാൻ പറഞ്ഞു വന്ന സാധനം എന്ന് വെച്ചാൽ വാസ് ലൈക്ക് ഭയങ്കര നമുക്ക് ഇരിക്കാൻ കഴിവ് വരില്ല. അല്ലെങ്കിൽ സ്പോർട്സ് ഡേ, ആർട്സ് ഡേ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു നമ്മൾ സ്കൂളിൽ, ഇതായിരുന്നു നമ്മളൊരു ഇൻസ്പിറേഷൻ. അപ്പം ആക്ച്വലി ഐ ഹാവ് എ മാനേജ്മെൻറ്റ് സ്കിൽ. അപ്പം ഞാൻ സ്വയം തിരിച്ചറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആളുകളെ മാനേജ് ചെയ്യാൻ പറ്റും, അവരുടെ കഴിവുകൾ കണ്ടെത്താൻ പറ്റും, ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പഠിക്കണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ നമ്മളുടെ സ്വയം കഴിവുകൾ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഹൗ ഡു ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് അസ്, ഹൗ ഡു ഇറ്റ് ക്യാൻ ഇമ്പാക്ട് സൊസൈറ്റി, ഹൗ ഡു വി ക്യാൻ ക്രിയേറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഇങ്ങനെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഇമ്പാക്ട്. നേരത്തെ പറഞ്ഞാൽ പഠിക്കരുത് എന്ന് പറയുന്നതല്ല കേട്ടോ എൻഡ് ഓഫ് ദ ഡേ, പക്ഷേ വാട്ട് യു വാണ്ട് ടു ലേൺ, എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ള സ്വയം തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഡൺ. അത് വെച്ചിട്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ ബി റിയലി സക്സസ്ഫുൾ ഇൻ യു. നിങ്ങൾക്ക് അതിൽ ബെസ്റ്റ് ആകാൻ കഴിയും, അതാണ് എൻ്റെ പ്രത്യേകത. നിങ്ങൾക്കൊരു നേഴ്സ് ആവണം എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കണം, എനിക്ക് അവരുടെ മകനായും അമ്മയായും സഹോദരിയായി നിൽക്കാനുണ്ട് പെൺകുട്ടി ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ 100% അവൾ ആതൊരു സേവന മേഖലയിലേക്ക് പോകണം ഭാവിയിൽ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് കേവലം നഴ്സിംഗിൽ ഒതുങ്ങില്ല. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് മദർ തെരേസയ്ക്ക് കിട്ടിയ അവാർഡുകൾ വരെ എനിക്ക് ലഭിച്ചേക്കാം, ആ സാധ്യതകൾ വരെ എൻ്റെ മുന്നിലുണ്ട് എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ ആ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുക. അതിന് ചിലത് പഠിച്ചേ പറ്റൂ, ചിലത് പഠിച്ചിട്ട് അതായത് അക്കാഡമിക്കലി മുന്നോട്ട് പോയെങ്കിലേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അത് നിങ്ങളുടെ ആഗ്രഹത്തിനെ ബേസ് ചെയ്തിരിക്കും. ക്രിക്കറ്റ് കളിക്കാരനാവാൻ നിങ്ങൾ അക്കാഡമിക്കലി മുന്നോട്ട് പോകണ്ട, നിങ്ങൾ പാട്ടുകാരനാവാൻ നിങ്ങൾ അക്കാഡമിക്കലി മുന്നോട്ട് പോകണ്ട, നിങ്ങൾക്കൊരു നടനാകാൻ നിങ്ങൾ അക്കാഡമിക്കലി മുന്നോട്ട് പോകണ്ട. അതൊക്കെ എന്ന് പറയുന്നത് ഇൻബോണായിട്ട് സർഗാത്മകമായിട്ട് ലഭിക്കുന്ന കഴിവുകളാണ്. ഇത് തിരിച്ചറിയേണ്ടത് നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ അധ്യാപകരും ഒക്കെയാണ്. അതേസമയം നിങ്ങൾക്ക് ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വളർച്ചയ്ക്ക് ഒരേറ്റ സാധ്യതയുള്ളൂ. അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടിപ്പിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ്. അതേ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞാൽ കുറേ ആക്ടറാണ്, ഡയറക്ടറാണ്, റൈറ്ററാണ്. ഇതിൽ ആക്ച്വലി ഏതിലാണ് ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഏതിലാണ് നിങ്ങളെ ഏറ്റവും അഖിലിന് ഏറ്റവും ആഗ്രഹം എവിടെ എന്തായിട്ട് അറിയപ്പെടണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വോട്ട്? എൻ്റെ ഭാവിയുടെ കാര്യം ഭയങ്കര പ്രശ്നത്തിലാണ്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. കാരണം ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ മേഖലയിലൊക്കെ ഉണ്ടല്ലോ. സ്പോർട്സിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിലുണ്ട്. ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഭാഗമാണ്, അത് KCL ഇപ്പം നിലവിൽ ടോപ്പായിട്ട്. ഇപ്പോൾ ധോണിയുടെ കൂടെ ആഡ് ചെയ്തു. അതേപോലെ സിനിമയിൽ ഒരു സിനിമയാണെന്നുണ്ടെങ്കിലും എഴുതി സംവിധാനം ചെയ്തു. ഒരു സിനിമയിൽ ഇപ്പോൾ നായകനായി അഭിനയിച്ചു. ഒരു സിനിമ അടുത്ത മാസം ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. എന്ത് നശിച്ചാലും കംപ്ലീറ്റ് പോയാലും. ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞാൽ ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഈ രാഷ്ട്രീയക്കാർ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കണം അങ്ങനെ പറഞ്ഞു ആരെങ്കിലും? അങ്ങനല്ല, നെഗറ്റീവ്സ് അല്ല, പൊളിറ്റിക്സ് അല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ തോട്ട്സ് പറഞ്ഞതാണ്. അതായത് എനിക്ക് കൂടുതലും ഇഷ്ടം ഇപ്പം നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത്. അത് ഒരു പൊതുപ്രവർത്തകനായോ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ഒരാൾ, അതിലാണ് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സന്തോഷം. അതിപ്പം നമുക്ക് ഒരു നിലപാട് നമ്മൾ എടുത്തു എന്നതുകൊണ്ടൊരു നഷ്ടം വരുന്നതെന്ന് ഞാൻ ചിന്തിക്കാറില്ല. അത് ഞാൻ പലപ്പോഴും തുറന്നു പറയുന്ന ഒരാളാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കണം, എന്നിട്ട് അതിനെ ഇങ്ങനെ സോൾവ് ചെയ്ത് ഈ പസിൽ പോലെ ചെസ്സ് കളിച്ച് എന്നിട്ട് മുന്നോട്ടും പോകണം. എന്നിട്ട് വരും തലമുറയോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കൂ, ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം കളയാതിരിക്കൂ. അപ്പോൾ ആ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എൻജോയ് ചെയ്യുന്ന പ്രോസസ്സ്. പിന്നെ ഇവിടം വരെ എത്തിയത് ആരൊക്കെയോ എത്തിച്ചതാണ്. അത് ദേവദൂതൻ സിനിമയിൽ ലാലേട്ടൻ്റെ ഒപ്പം ആരോ ഉണ്ടെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഞാൻ വെറുതെ അങ്ങ് വിശ്വസിക്കുക. നമ്മളെ മുന്നോട്ട് നയിക്കാൻ, നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരോ ഒരാൾ എവിടൊക്കെയോ ഉണ്ടാവും. അന്ധവിശ്വാസത്തിൻ്റെയും യുക്തിയില്ലായ്മയുടെ ഒന്നുമല്ല, നല്ല യുക്തിവാദിയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ഒന്നിനെയും തള്ളിക്കളയാത്ത ഒരാളുമാണ്. ഞാൻ വിശ്വാസങ്ങളെ തള്ളിപ്പറയത്തില്ല ഒരിക്കലും, വിശ്വാസിയാണ്. പക്ഷേ യുക്തി കലർന്ന ഒരു വിശ്വാസം കീപ്പ് ചെയ്യുന്നുണ്ട്. മുന്നോട്ടുള്ള എൻ്റെ പേഴ്സണൽ മുന്നോട്ടുള്ള പോക്ക് പലപ്പോഴും എവിടെയോ ആരോ എനിക്ക് വേണ്ടി ഒരു സ്പേസ് ഒഴിച്ചിട്ടിട്ടുണ്ട്, അവിടെയൊക്കെ എന്നെ കൊണ്ട് എത്തിച്ചിരിക്കും എന്ന വിശ്വാസത്തിൽ. പക്ഷേ ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്തെങ്കിലേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ. അതുകൊണ്ട് ചെയ്യേണ്ട ജോലികൾ ഭംഗിയായി ചെയ്യുന്നു,
ഒഴിച്ചിട്ട കസേരകൾ നമുക്കായി കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് സോൾവ് ചെയ്യുക, ഈ രസം എന്ന് മുതലാണ് അനുഭവിച്ചു തുടങ്ങിയത്? ആ കുട്ടിക്കാലം തൊട്ടേ ഉണ്ട്. അതായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസിലെ സക്സസിന്റെ വലിയൊരു അല്ല, അങ്ങനെയാണ്. അത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സോൾവ് ചെയ്തായിരുന്നല്ലോ പരിപാടി. അല്ല അതല്ല, പക്ഷെ ബിഗ് ബോസിൽ ഒരു സക്സസ് ആവാനുള്ള മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് എന്നെ കുറച്ചുകൂടെ ജനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. എന്താണെന്നറിയൂലേ, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമാ നടന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ മാറ്റി വയ്ക്കാം, നമ്മുടെ സ്പോർട്സിൽ ആൾക്കാരുണ്ട്. ഈ ഇഷ്ടം നിങ്ങൾക്ക് അവസാനിക്കാൻ ഒരൊറ്റ നിമിഷം മതി. നിങ്ങൾക്കിഷ്ടമല്ലാത്തൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞാൽ മതി. എന്ന് ഒരു പൊതുവിഷയത്തിൽ ഒരു അഭിപ്രായം ഇവരാരെങ്കിലും പറയുന്നോ അന്ന് ഇവരോടുള്ള ഇഷ്ടം നമുക്ക് അവസാനിക്കും. അതുകൊണ്ടാണ് ഇവരാരും തന്നെ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുന്നത്. അതാണ് നേരത്തെ ചോദിച്ചത്. ഇപ്പം ഞാൻ സിനിമയിൽ തന്നെ നിൽക്കണമെന്ന് ചോദിച്ചാൽ സിനിമയിലൊക്കെ നിൽക്കാം, പക്ഷേ എനിക്ക് ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാത്തതിൻ്റെ കാര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്ക് ശരിയുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്ക് തെറ്റുമുണ്ട്. അപ്പോൾ തെറ്റ് എന്നുള്ളത് തെറ്റെന്ന് പറയണം, ശരി എന്നുള്ളത് ശരിയെന്ന് പറയണം. ഇന്നൊരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയുടെ ശരി കാണുമ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ഞാനത് ശരിയെന്ന് പറയും. അപ്പം വേറെ രണ്ടുപേരും ചെന്നിട്ട് ഇപ്പം ലവറുടെ കൂടാ, അത് കഴിഞ്ഞിട്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ശരി കണ്ടാൽ അതും ശരികളെ ശരിയായും തെറ്റിനെ തെറ്റായിട്ടും പറഞ്ഞുകൊണ്ടും മുന്നോട്ട് പോകുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു നമുക്കിനിപ്പോൾ ഒരു വിരാട്ടൊരു ഇൻട്രാക്ഷനിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടെ രസകരമായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു വിൽ ഗോ ഫോർ എൻ ഇൻട്രാക്ഷൻ. എണീറ്റൊന്ന് ചോദിച്ചോളൂ, ചെറിയ ഹാളല്ലേ, നമുക്ക് കേൾക്കാം. എന്തും ചോദിക്കാം. ഡു വി ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാനുണ്ട്, പക്ഷെ കുറച്ച് പേർക്കൊക്കെ ഹെസിറ്റേഷൻ ആണ് തോന്നുന്നു. സോ പ്ലീസ്, ഇഫ് എനിബഡി ഹാസ് എനി ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യമെങ്കിലും ഉണ്ടാവണം കേട്ടോ. മിനിമം. അത് വിമർശിച്ചിട്ടായാലും വേണ്ടിയില്ല. പണ്ട് രജനികാന്ത് അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സംവിധായകനാണ് അന്നത്തെ ഏറ്റവും ലാസ്റ്റ് സെഷനിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത്. ഇവർ കുട്ടികളാണ്. അപ്പം ഈ അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നത്തെ ശിവാജി റാവു ഗേക്വാദ് പുള്ളി എണീച്ചെന്ന് ഒരു ചോദ്യം ചോദിച്ചു. സാർ, വാട്ട് യു എക്സ്പെക്ട് ഫ്രം ആൻ ആക്ടർ അപ്പാർട്ട് ഫ്രം ഹിസ് ആക്ടിങ്? അപ്പം കെ ബാലചന്ദ്രൻ പറഞ്ഞു, ഒരു നടികൻ സ്ക്രീനിൽ മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ മട്ടും താൻ നടികനായിരിക്കണം. ഇതാണ് കെ ബാലചന്ദ്രൻ ശിവാജി റാവു ഗേക്വാദ് എന്ന് പറയുന്ന രജനീകാന്തിനുണ്ട് അന്നത്തെ ചോദ്യത്തിന് കൊടുത്ത മറുപടി. അദ്ദേഹമായിരുന്നു, കെ ബാലചന്ദ്രൻ ആയിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന് ആദ്യമായി സിനിമയിൽ അവസരം കൊടുത്തത്. കമൽഹാസൻ്റെ പടത്തിലൊരു ചെറിയ വേഷം. തൻ്റെ ഗുരു അദ്ദേഹമാണ് പേര് മാറ്റുന്നത്. രജനീകാന്ത് എന്ന പേരിടുന്നതും കെ ബാലചന്ദ്രൻ ആയിരുന്നു. തൻ്റെ ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് കേട്ട ആദ്യത്തെ വാചകം, ഒരു നടികൻ ക്യാമറയ്ക്ക് മുന്നിൽ മട്ടും താൻ നടികനായിരിക്കണമെന്ന് കേട്ട ആ മനുഷ്യൻ അങ്ങനെ തന്നെ ജീവിച്ചതും. നമ്മളിന്ന് കാണുന്ന രജനീകാന്തിനെ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമേ അദ്ദേഹത്തെ നമ്മൾ കാണുന്ന സൂപ്പർ സ്റ്റാർ പദവിയിൽ കണ്ടിട്ടുള്ളൂ. പുറമേയൊക്കെ അയാൾ പച്ചയായ മനുഷ്യനായി ജീവിച്ചത് അന്നത്തെ ആ ചോദ്യവും ആ ചോദ്യത്തിൽ നിന്ന് കിട്ടിയ ഉത്തരത്തെ ഉൾക്കൊണ്ടതുകൊണ്ടുമാണ്. ചിലപ്പോൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കും, ചിലപ്പോൾ എനിക്ക് പ്രയോജനപ്പെട്ടേക്കും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടേക്കും. ഇനി നമുക്ക് ആർക്കും പ്രയോജനപ്പെട്ടില്ലെങ്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റിക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. ചോദിക്കൂ. So yes, any questions? ഇത്രയും നേരം ചിരിച്ചിട്ട്. Okay, please, can you please pass me the mic? ഈ മൈക്ക് ചോദിച്ചോളൂ, കുഴപ്പമില്ല. അവിടെ മൈക്ക്. മൈക്കിൽ പറയാമോ പ്ലീസ്? ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ്. താങ്ക് യു. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൈക്ക് ഒന്നും കൂടി അടുത്ത്. കുഴപ്പമില്ല. ഓക്കെ, ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ലൈക്ക് ഫസ്റ്റ് വന്ന ഫീൽ എന്താ? ലൈക്ക് നമുക്ക് എന്ത് കഴിക്കണം അല്ലെങ്കിൽ ആരെ മീറ്റ് ചെയ്യണം? ഒരു 100 days അതിനകത്ത് നിന്നതല്ലേ, അപ്പോൾ ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു കഴിഞ്ഞിറങ്ങിയതിന് ശേഷമുള്ളത്? അല്ല, അത് ഒരു ഭയങ്കര വല്ലാത്തൊരു ഫീലാണ്. അത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ബിഗ് ബോസിൽ പോകുന്നു എന്ന് എൻ്റെ നാട്ടിലെ കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഇങ്ങനെ കാഷ്വലി പറഞ്ഞു. പിന്നെ പോടാ തള്ളാടാ, അത് ഇച്ചിരി പരിഹാസം. കാര്യം ബിഗ് ബോസ് അവർക്ക് ഇഷ്ടമായതുകൊണ്ടൊന്നുമല്ല, ഇവർ 10 രൂപ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാ. ഒരു ദിവസം ശമ്പളം ഉണ്ടല്ലോ, ഇതിന് ഒരു ദിവസം ഇത്ര ശമ്പളം കൂടി ഉണ്ടല്ലോ. ഇങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ കോട്ടാത്തല എന്ന് പറയുന്ന നാട്ടിൽ പോകുന്നതിന് 2 ദിവസം മുൻപ് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ഒരു വായനശാല മില്ലിലെ തടിപ്പുറത്ത് ഞങ്ങളെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ പോകുന്നു,
കൊച്ചിയിൽ വരുന്നു. അപ്പോൾ വൈഫും പിള്ളേരും, ഞാൻ ലക്ഷ്മിയും പിള്ളേരെയും പറയുന്നത് തിരിച്ചു വരവ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. എറണാകുളത്തെ ഫ്ലാറ്റൊക്കെ വിട്ടു, വീട്ടിൽ പോയി താമസമോ. ആരെങ്കിലും ചോദിച്ചാൽ പിള്ളേരെ നാട്ടിൽ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നെന്ന് പറഞ്ഞാൽ മതി. കാരണം തിരിച്ചു വരുമ്പോൾ കാശുണ്ടാകുമോ ഇല്ലയോ, രക്ഷപ്പെടുമോ ഒരു ഐഡിയ ഇല്ലല്ലോ. ഇതിൽ പോയിട്ടുള്ള ഒന്നുകിൽ രക്ഷപ്പെടും, ഒന്നുകിൽ നശിക്കും. എൻ്റെ ഒരു സ്വഭാവത്തിന് നാട്ടുകാർ എന്നെ കൂടുതൽ വെറുക്കും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവിടം തൊട്ട് ചിലപ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ അതിനൊരു കാവ്യാത്മകമായ ഭംഗിയുള്ളൂ. അവിടുന്ന് ഈ ബിഗ് ബോസിനകത്ത് കയറുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ സമയമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു നിമിഷം. എന്താണെന്ന് വെച്ചാൽ ക്യാരവാനിൽ നമ്മളെ കൊണ്ടിരുത്തിയിട്ടും മൊബൈൽ ഫോൺ മേടിച്ചുകൊണ്ട് പോകുന്നൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. മരിച്ചു. ഒറ്റയ്ക്ക് ഒരു ക്യാരവാനകത്തിരിക്കുക, ഒരു മനുഷ്യൻ കോണ്ടാക്ട് ചെയ്യാനില്ല, ഒരു കുന്തവും കയ്യിലില്ല, പുറം ലോകമായിട്ടുള്ള പരിപൂർണ ബന്ധവും അവസാനിച്ചിരിക്കുന്നു. അത് വല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്കത് എങ്ങനെ പറഞ്ഞാലത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് പോയതോടുകൂടി അയ്യോ, കാര്യം ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇനി ഞാൻ ബിഗ് ബോസിൽ കയറി എനിക്ക് വല്ലതും പറ്റി ഞാൻ വടിയാവുമോ, ഇനി ഞാൻ തിരിച്ച് നാട്ടിൽ വരുമ്പം അവിടെ കണ്ട പലരും നാട്ടിലുണ്ടാവുമോ, ഇങ്ങനെ പല ചിന്തകൾ അനാവശ്യമായിട്ട് കയറുന്നു. അങ്ങനെ ഇവർ വിളിക്കുന്നില്ലല്ലോ. എൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മളെ ഈ ലാലേട്ടൻ വിളിക്കുന്നതുവരെയുള്ള ഒരു 6 മണിക്കൂർ ക്യാരവാനിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ. എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ എൻ്റെ ഹോട്ടലിൻ്റെ ചാവി, ഈ കാർഡ് എൻ്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യം അത് നടുക്കൂടെ ഒന്ന് ഒടിച്ചു, എന്നിട്ട് പിന്നെ ഒന്നുകൂടെ ഒടിച്ചു. ഇതിട്ട് ഒടിച്ചൊടിച്ച് ഞാനൊരു 10-20 പീസാക്കി, കുഞ്ഞു പീസ്. എന്നിട്ട് ഓരോ പീസും എടുത്ത് വെച്ച് കളിക്കുക, എന്നിട്ട് വരയ്ക്കുന്നു. എന്തൊക്കെയോ ചെയ്ത് കയറി ബിഗ് ബോസിനകത്ത് കയറി അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി 100 ദിവസം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ണ് മൂടി കെട്ടിട്ടാണ് നമ്മളെ ഈ ഫിനാലയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വരവിൽ തന്നെ, അതായത് ഇതിൻ്റെ ടീം അംഗങ്ങളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഞാനാണ് വിന്നറാന്ന്, അല്ലെങ്കിൽ നമുക്ക് ഫാൻസ് അവിടെയും ഭയങ്കരമായിട്ട് ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ അവിടെ തൊട്ടേ ഇങ്ങനെ ഒരു ഭയങ്കര ആരവവും ആർപ്പ് വിളിയും ഒക്കെ നമുക്ക് കേൾക്കാം. അത് നമുക്ക് കണ്ണ് കെട്ടിയൊക്കെയാണ്, പക്ഷെ നമുക്കറിയാൻ പറ്റുന്നു പലരും നമ്മളെ വന്ന് പിടിക്കുന്നു, ആരെയൊക്കെയോ ബൗൺസേഴ്സ് പിടിച്ച് മാറ്റുന്നു. അവിടുന്ന് കയറി ആൻ്റണി പെരുമ്പാവൂർ എന്നെ വന്ന് കണ്ടിട്ട് പെട്ടെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഗംഭീരമാണ് കേട്ടോ, നമുക്ക് കാണാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ സന്തോഷം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും കയറി വരുന്നു, നിന്നെ ഒന്നുകൂടെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. കൊള്ളാമല്ലോ, കാര്യം നമ്മൾ ആന്റണി ചേട്ടനെയൊക്കെ എത്രയോ കാലം കാണാൻ ആഗ്രഹിച്ചതാണ്. എന്നിട്ട് അവിടെ എല്ലാവരും നമ്മളെ ഭയങ്കര, അതായത് ഞാൻ വിന്നറെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, ഞാൻ വെളിയിൽ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ റെസ്പോൺസ് ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരുന്നതാണ്. ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ തിരിച്ചു പോകുമ്പം ഒറ്റയ്ക്കിരിക്കുകയാണ്, ഒരു തടിപ്പുറത്ത് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരുമ്പം അടൂര് മുതൽ കൊട്ടാരക്കര വരെ റോഡ് ഷോ ആണ്. അതായത് 23 കിലോമീറ്റർ റോഡ് ഷോയിൽ. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒളിമ്പിക്സ് കിട്ടിയിട്ട് വന്നവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയും, അല്ലാതെ ഇതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നമ്മളുള്ള സ്നേഹം ഒരു 10-25,000 പേരിലധികം ഉണ്ടാവണം. അത്രയും ക്രൗഡ് കാരണം എനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റിയില്ല. കാര്യം റോഡ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവുന്നു. അപ്പോൾ ഇത് എനിക്ക് ചിന്തിച്ചെന്നറിയോ, കുചേലൻ മറ്റേ പണ്ട് കൃഷ്ണനെ പോയി കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ, തിരിച്ചു വരുമ്പോഴത്തേക്ക് അതുപോലത്തെ ഒരു ഫീലായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം. പലപ്പോഴും പല ആൾക്കാർക്കും പറ്റുന്നൊരു പ്രശ്നം, ഈ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ക്രൗഡ് നമുക്ക് ചുറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ അഹങ്കാരികളായിട്ട് മാറും. നമ്മൾ കരുതും ഇതാണ് ലോകം, ചുറ്റിനും ജയ് വിളിക്കാൻ ആൾക്കാർ, ഇനി എല്ലാവന്മാരെയും അങ്ങ് പൊച്ചിച്ചേക്കാം. കുറേ ഫാൻസ് ആയിട്ടുണ്ട്, കുറേ ആരാധകരായിട്ടുണ്ട്. ഇത് 99% ചെറിയ ലെവൽ മുതൽ വലിയ ലെവൽ വരെ സെലിബ്രിറ്റികൾക്ക് സംഭവിക്കുന്നൊരു അപകടമാണ്. ഇതിന് പുറത്തൊരു ലോകമുണ്ട്. യവൻ എന്തുവാടാ ഈ പട്ടിക്കൂറ ഷോ കാണിക്കുന്നത്, ഇത് എന്തെന്ന് കൂറ ഷോയാടാ ഇത്, ഇതിനകത്ത് എന്ന് കരുതി ചിന്തിക്കുന്ന, ഇത് എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത, ഈവൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്ന കണക്ക് പരിഹാസത്തോടെ തന്നെ കാണുന്ന വലിയൊരു സമൂഹം ചുറ്റിനുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും എന്നെ ഇഷ്ടപ്പെടുന്നവരെക്കാട്ടിയും കൂടുതലും എന്നെ എതിർക്കുന്നവർ തന്നെയാണ് ഇന്നും സമൂഹത്തിലെന്ന് ഇത് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ സ്വയം മനസ്സിലാക്കി. എന്നിട്ട് ആകെ ഞാൻ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരേ ഒരു കാര്യം, വരുമാനം വന്നു തുടങ്ങുന്നത് സോഷ്യൽ മീഡിയ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞു. പല ആൾക്കാരും ഇൻസ്റ്റയിലും മറ്റും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും എന്നോട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ അടുപ്പമുള്ള ഒരുപാട് സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും അവരുടെ സിനിമ റിലീസിങ് സമയത്ത് പോസ്റ്റേഴ്സ് അയച്ചു ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരൊറ്റ പോസ്റ്റർ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരാൾക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്ത് കൊടുക്കണം. സിനിമ ഞാനും FFKയിൽ എല്ലാവരും നമുക്ക് അടുപ്പമുള്ളവരാണല്ലോ. ഒരാളെ ഒഴിവാക്കിയാൽ എല്ലാവരും ഒരുപോലെ ഒഴിവാക്കാം.
ഇനി എൻ്റെ വരുമാന മാർഗം ഇൻസ്റ്റാ കൊളാബറേഷനാണ്. എൻ്റെ കണ്ടൻറ്റുകൾ കാണാനിരിക്കുന്ന ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് കൊടുക്കുക. അത് ഞാൻ മനസ്സിലാക്കി. കാരണം എനിക്ക് ആ കണ്ടൻറ്റ്, ആ റീച്ച് അവിടെ നിലനിർത്തിയെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ ഞാൻ അവർക്ക് ഇഷ്ടപ്പെടാത്ത കുറേ പോസ്റ്റുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ സിനിമ പോസ്റ്റേഴ്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ടക്കനെ അവിടെ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം കട്ട് ഓഫ് ആവുന്നു, ഓഡിയൻസിന് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമില്ലാതാവുന്നു, അവർ കളഞ്ഞിട്ട് അവരെ പാട് നോക്കി പോകുന്നു. ഇന്നും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി റീച്ച് എനിക്ക് എബോവ് 1 lakh ആണ്. ആവറേജ് ഒരു ദിവസം 1 ലക്ഷം പേര് എൻ്റെ സ്റ്റോറി ഇപ്പോഴും കാണുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ സ്റ്റോറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എബോവ് 150 പോവും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടത് മാത്രം കൊടുത്ത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ആ ഓഡിയൻസിനെ മതി എനിക്ക്. പക്ഷേ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അവസാനിക്കും. ഈ തീരുമാനം ഞാൻ സ്ട്രോങ് ആയിട്ട് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ശത്രുക്കൾ കൂടി. കാരണം ഈവൻ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. ഈ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞു, ജോജി ചേട്ടൻ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു. കാര്യം ഞാൻ ജോജി ചേട്ടൻ തമ്മിൽ, ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധമാണ്. ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി ഞാൻ നേരെ പോകുന്ന ജോജി ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പണി സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ജോജി ചേട്ടൻ എന്നെയും കൂടെ വിളിക്കുന്നു. നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് ഇത് ചെയ്യാം. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റത്തില്ല. കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയാൽ എനിക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അവിടെ ഞാൻ വീണ്ടും ഒരു സംവിധായകനായി പോയാൽ 6 മാസം കൊണ്ട് എനിക്ക് കിട്ടിയ ഫേസ് വാല്യൂ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവും. അപ്പോൾ എൻ്റെ ഫേസിനുള്ള വാല്യൂവിനെ ഞാൻ എത്രത്തോളം കൺവേർട്ട് ചെയ്ത് എടുത്ത് എപ്പോഴും ഞാൻ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നു, അപ്പോൾ പേനയും പേപ്പറും എടുക്കും. അതുവരെയും ഞാൻ ഫിനാൻഷ്യലി കൺവേർട്ട് ചെയ്യും, ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആവും. ജോജി ചേട്ടനോട് ഞാൻ നോ പറഞ്ഞു. ആ പടത്തിലൊരു നല്ല വേഷം ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ വീണ്ടും നോ പറഞ്ഞു. കാരണം ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ഇനാഗുറേഷന് ഇത്ര രൂപ ഞാൻ വാങ്ങും. അത് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു. അതേ റേറ്റിൽ തന്നെ കുറേ പ്രോഗ്രാംസ് കിട്ടി. അവിടെ നിന്ന് ഞാൻ പറഞ്ഞ ഈ ഡിസിഷൻ കുറേ പേരെ വെറുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പേര് എൻ്റെ ശത്രുക്കളായിട്ടുണ്ട്. പിന്നീട് അതായത് പണി സിനിമയ്ക്ക് തന്നെ ഞാൻ പോയിട്ട് പൂജയ്ക്ക് നിലവിളക്ക് കൊളുത്തി ഞാൻ പിന്നീട് ജോജേട്ടൻ എന്നെ ബ്ലോക്ക് ചെയ്തപ്പോൾ എനിക്ക് വിഷമം തോന്നി. പിന്നീട് അതേ ജോജേട്ടൻ തന്നെ പറഞ്ഞു, വിടാം നിൻ്റെ വളർച്ചയിൽ ഞാനൊരു ബുദ്ധിമുട്ടാവുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ആ സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. മറ്റു പലരും പറഞ്ഞത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഇന്ന് ഒരുപാട് പേര് പേഴ്സണലി സഹായങ്ങൾ ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട്. ഇത് കൊടുക്കണമെങ്കിൽ എൻ്റെ കൈ പൈസ വേണം. എൻ്റെ കൈ പൈസ വേണമെങ്കിൽ ഞാൻ മുന്നോട്ട് പോകണം. ഞാൻ നശിച്ചാൽ എൻ്റെ ഒപ്പം നശിക്കുന്നത് എന്നെ പ്രതീക്ഷിക്കുന്ന കുറേ ആൾക്കാർ കൂടിയാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ കൂടി സ്ട്രോങ് ആയിട്ട് ഞാൻ എടുക്കാറുണ്ട്. അത് ഇതിനെ കറക്റ്റ് കൺവേർട്ട് ചെയ്തതാണ്. ഇപ്പോഴും ഏകദേശം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് 2 വർഷങ്ങൾ കഴിഞ്ഞും ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഇതിലേക്ക് വിളിക്കാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം മറ്റന്നാൾ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ പ്രോഗ്രാമിന് ഞാൻ നാളെ ഇപ്പോൾ ബാംഗ്ലൂർ പോവുകയാണ്. അത് കാരണം ഇതുകൊണ്ടാണ് കിട്ടിയ അവസരത്തെ വളരെ ഫലപ്രദമായും കൃത്യമായിട്ടും യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോയതാണ്. നിങ്ങളുടെ മുന്നിലും ഈ ചോദ്യത്തിന് ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉത്തരം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇത് നല്ലൊരു ചോദ്യമായിരുന്നു. കാരണം നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഒരു തവണയെ ചിലപ്പം അത് ദൈവമായിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ ആരായാലും വെച്ച് തരൂ. ഒരിക്കലേ നമുക്ക് അവസരം കിട്ടൂ. ആ അവസരത്തെ എത്രയും ഫലപ്രദമായും മനോഹരമായും നിങ്ങൾ ഉപയോഗിക്കുന്നു, നിങ്ങളുടെ ലൈഫ് അത്രയും മനോഹരമായിട്ട് മുന്നോട്ട് പോകും. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അത് രസകരമായിട്ടുള്ള ഒരു അനുഭവം ആയതുകൊണ്ടാണ് പറഞ്ഞത്. താങ്ക് യു. Alright, I'm pretty sure കാര്യം അഖിലിൻ്റെ സംസാരം കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും നിർത്താൻ തോന്നില്ല. There's a lot of things he's communicating in, like ഒരു ഒറ്റ ചോദ്യം മതി, ആ ഒരു ചോദ്യത്തിൽ തന്നെ he is covering multiple dimensions and like it was such a great pleasure listening to him. അല്ലെ നമുക്കിതിപ്പോൾ നമ്മുടെ 5ാമത്തെ ട്രാക്കാണ്, I mean 4ാമത്തെ ട്രാക്കാണ്. like there have been multiple sessions that have been happening here all these days, but I'm pretty sure ഇത്രയും ഹാപ്പി ആയിട്ട് ഇത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എൻറ്റയർ ഓഡിയൻസിനെ ഹൂക്ക് ചെയ്ത ഒരു സെഷൻ it must be this. So thank you so much to the both of you for this wonderful session, and may I now very humbly request the presence of Sri Jijen P. Kurian, the Honorable Assistant Professor of the School of Design, Jain deemed to be University, to kindly join with us. ഇന്ന് ഈ ഒരു വേദിയിൽ നമ്മളുടെ ഈ ഒരു ക്രിയേറ്റീവ് ട്രാക്കിലെ ഈ ഒരു ക്രിയേറ്റീവ് സ്ട്രോങ് പ്രസൻസ് ആയി മാറിയതിനുള്ള സ്നേഹം, നമ്മളുടെ അപ്രീസിയേഷൻസ് ആൻഡ് ദ ഡീപ്പ് റെസ്പെക്ട് അറിയിക്കുന്നതിനായി, and may I humbly request both our moderator as well as our wonderful speaker, both Aftabika as well as Mr. Akhil Mara, to kindly accept this token of appreciation from our end.
And mighty people, let us put our hands together for all the ideas you have put onto the stage. And yes, your entire conversation, the best two takeaways, never lose yourself. Always, our personality, our personality, hold a life moldy and and always, the opportunities come only once in your lifetime, so make the best out of it. Thank you so much, and may I now humbly request all three of you to kindly join together for a group photograph, please. All right, so with that, I guess without any further delay, we shall move ahead to the next session. Once again, thank you so much for such a great, thought-inspiring session, the both of you.